സ്വാഗതം അരുളുന്നു. വിഷയം ശ്രീരാമസ്വാമി ക്ഷേത്ര ചരിത്രം. പ്രിയമുള്ള ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്ര ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് കിട്ടിയ ഈ അവസരം തീർച്ചയായും എൻ്റെ ജീവിതത്തിലെ ധന്യമായ ഒരനുഭവമായിട്ട് ഞാൻ കാണുന്നു. കാരണം ജനിച്ചു വളർന്ന നാടാണ്. ഇവിടുത്തെ ഓരോ മണൽത്തരിയെയും എനിക്കറിയാം. കുട്ടിക്കാലം മുതൽ ഈ അമ്പലപ്പറമ്പിലും ഇതിനകത്തും ഇതിൻ്റെ ചുറ്റുപാടും ഒക്കെ മൂന്നാം കണ്ണ് തുറന്ന് നടന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ തിരുവങ്ങാടിൻ്റെ ചരിത്രം മാത്രമല്ല, തലശ്ശേരിയുടെ ചരിത്രവും നമ്മുടെ കൂടെ ജീവിച്ച മനുഷ്യരുടെ ചരിത്രവും മൺമറഞ്ഞവരുടെ ചരിത്രവും ഒക്കെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ ഇവിടെ ഇരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വൈകാരികമായൊരു തലമുണ്ട്. കുട്ടിക്കാലത്തെ അച്ഛൻ നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ പിതാവ് എനിക്ക് ധാരാളം കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം കുട്ടിക്കാലത്ത് തിരുവങ്ങാടിൻ്റെ മുക്കും മൂലയിലും സഞ്ചരിക്കുമ്പോഴും ഓരോ വീടിൻ്റെ ചരിത്രവും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരു പിത എന്നാണ് സങ്കല്പം. രണ്ടാമത്തെ പിതാവ് എൻ്റെ ഗുരുനാഥൻ ശ്രീ സി വി ബാലൻ നായർ, ചിത്രകലാചാര്യനും കളരി ആയോധന കലയിൽ കൃതഹസ്തനുമായിരുന്ന കഴിഞ്ഞ തലമുറയിലെ ആചാര്യൻ ഗുരുനാഥൻ ശ്രീ സി വി ബാലൻ നായർ. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹം. ഈ ക്ഷേത്രത്തിനകത്ത് കഴകപ്പുരയിൽ മനോഹരായ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിനും പലതും അറിയാം. 1980കളുടെ തുടക്കത്തിൽ ശ്രീരാമസേവാ സമിതിയുടെ രജത ജൂബിലി കൊണ്ടാടുമ്പോൾ ഒരു സോവനീർ പുറത്തിറക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാരമേറ്റത് എൻ്റെ ഗുരുനാഥൻ ശ്രീ സി വി ബാലൻ നായരായിരുന്നു. അദ്ദേഹം ആ ദൗത്യം പൂർണ്ണമായും എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അത് തീർച്ചയായും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ അനേക കൈവഴികളിലേക്ക്, അറിവിൻ്റെ കൈവഴികളിലേക്ക് അന്വേഷിക്കാനുള്ള ഒരു കാരണമായി തീർന്നിരുന്നു എന്നെ സംബന്ധിച്ച്. ആ അന്വേഷണത്തിൻ്റെ പാതയിൽ നമുക്ക് ഒരു ചരിത്രം അന്വേഷിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രയാസമുള്ളൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ചും കേരളീയ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ നമുക്ക് ലിഖിതമായ ചരിത്രങ്ങൾ വളരെ കുറവാണ്. ഇതൊരു മഹാക്ഷേത്രമാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. നമുക്കിവിടെ ലിഖിതമായ ഏത് രേഖയാണുള്ളത്? ഞാൻ ഇതിൻ്റെ ശ്രീരാമസ്വാമി ക്ഷേത്ര ഓഫീസിലുള്ള മുഴുവൻ രേഖകളും പരിശോധിച്ചിട്ടുണ്ട്. 80കളുടെ തുടക്കത്തിൽ അല്ല 70കളിൽ തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അന്നൊരു ലേഖനം എഴുതാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ പഴയ രേഖകൾ തേടിയിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഞാൻ അറിഞ്ഞത് ഒരു ചെമ്പോലക്കരണം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. സാധാരണ ക്ഷേത്രരേഖകൾ നമുക്ക് കിട്ടുക 2-3 തരത്തിലാണ്. താളിയോലകളിൽ എഴുതിയ കരണങ്ങൾ കിട്ടും. പനയോലയിൽ എഴുതി താളിയോല എന്നാണ് പറയുക. പിന്നെ നമുക്ക് കിട്ടുന്നത് ചെമ്പ് ഫലകത്തിൽ എഴുതിയതാണ്, ചെമ്പോലക്കരണങ്ങളാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് മുളങ്കരണങ്ങളാണ്. നല്ല പാകമെത്തിയ മുളയുടെ മേലെ എഴുതും. ക്ഷേത്ര ചരിത്രമൊക്കെ എഴുതി വെച്ച മുളങ്കരണങ്ങൾ കേരളത്തിലുണ്ട്, പല ക്ഷേത്രങ്ങളിലുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ലഭ്യമായിരുന്നില്ല.
പക്ഷേ ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടിയത് അഡ്വക്കേറ്റ് ശിവകൃഷ്ണ മാരാർ അദ്ദേഹം ഒരു ചെറിയ ഗ്രന്ഥം രചിച്ചിരുന്നു. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ചെറിയ ഗ്രന്ഥമാണെങ്കിലും അത് ഉൾക്കാഴ്ചയുള്ള, തീർച്ചയായിട്ടും അന്വേഷിക്കുന്ന മനുഷ്യന് വാതായനം തുറന്നു തരുന്ന ഒരു ഗ്രന്ഥമായിരുന്നു അത്. ആ ഗ്രന്ഥം കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വാതിൽ തുറന്നു കിട്ടി. പിന്നീട് ആ വാതിലിൽ കൂടി ധാരാളം സഞ്ചരിച്ചു. ആവശ്യമായ രേഖകൾ ഇവിടെ വളരെ കുറവാണ്. ശിലാലിഖിതം ആകെയുള്ളത് നമ്മുടെ ബലിക്കല്ലിൻ്റെ മേലെ ഒരു വട്ടെഴുത്തിലുള്ളൊരു ലിഖിതം മാത്രം. അതാണെങ്കിൽ ക്ഷേത്ര ചരിത്രം പറയുന്ന ലിഖിതമല്ല. ബലിക്കല്ല് നിർമ്മാണത്തെക്കുറിച്ച് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. നേരെ മറിച്ച് നമുക്ക് ചെമ്പ്ര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇവിടുന്ന് വളരെ ദൂരമില്ല, 2 കിലോമീറ്ററോ 3 കിലോമീറ്റർ ദൂരെയുള്ളൂ. ചെമ്പ്ര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് അവിടെ ശിലാലിഖിതം കാണാം. അത് 1000 വർഷം മുൻപേ ഇന്ദുകോതവർമ്മൻ എന്ന രാജാവ് ചെമ്പ്ര സുബ്രഹ്മണ്യ ക്ഷേത്രം പണിതതും ആ ക്ഷേത്ര നടത്തിപ്പിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെ രൂപരേഖകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ശിലാലിഖിതം. അതിപ്പോഴും പോണ്ടിച്ചേരി മ്യൂസിയത്തിലാണുള്ളത്. ചില ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലുള്ള ശിലാലിഖിതങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെമ്പോലക്കരണങ്ങളുണ്ട്, താളിയോലക്കരണങ്ങളുണ്ട്, പട്ടോലകൾ എന്ന് പറയും. ഞാൻ എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് യാദൃച്ഛികമായി ഇവിടുത്തെ ഒരു പട്ടോലക്കരണത്തിൻ്റെ ചുരുക്കം പേജുകൾ കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൂടത്തിൽ വെച്ചാണ്. ഇവിടുത്തെ കൂടത്തിൽ എന്ന ഈ വീട്ടിൽ ആ പട്ടോലക്കരണത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും ഡോക്ടർ M.R. രാഘവാരുടെ കയ്യിലുണ്ട്. കാരണം വട്ടെഴുത്തിലുള്ള ലിഖിതം വായിക്കാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗം മേധാവിയും ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗത്തിൽ അധ്യാപകനും എമിനന്റ് പ്രൊഫസറും ഒക്കെ ആയിരുന്ന എപ്പിഗ്രാഫിസ്റ്റ് നമ്മുടെ വിഖ്യാതനായ ഡോക്ടർ M.R. രാഘവാരെ ഏൽപ്പിക്കാൻ ഇവരോട് പറഞ്ഞു. അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുക അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ വേണ്ടി. കുറഞ്ഞ പേജുകളേ ഉള്ളത്. ഇപ്പം കൃത്യമായ രേഖകളില്ലാത്ത ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പലപ്പോഴും കണ്ടെത്താൻ പ്രയാസമാണ്. 100% ശരിയാകണം എന്നില്ല. പിന്നെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ അത് ഒന്ന് ഐതിഹ്യമാണ്. രണ്ടാമത് കിട്ടുന്ന ചരിത്രപരമായ രേഖകൾ വെച്ചുകൊണ്ടാണ്. ആ തരത്തിലാണ് നമുക്കൊരു ക്ഷേത്ര ചരിത്രത്തിലേക്ക് പോകാൻ പറ്റുക. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് എത്ര പഴക്കമുണ്ട് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. കണ്ണൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കണ്ണൂർ ജില്ലയിൽ 1181 ക്ഷേത്രങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 444 ക്ഷേത്രങ്ങൾ പ്രധാന ക്ഷേത്രങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. 11 ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങളായിട്ട് കിടക്കുന്നുണ്ട്, പൗരാണിക ക്ഷേത്രങ്ങളായിട്ട്. തലശ്ശേരി താലൂക്കിലെ 4 മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. എന്ന് പണിതു എന്ന് ആർക്കും അറിയില്ല. നമ്മുടെ സാധാരണ ക്ഷേത്ര ചരിത്രം പറയുമ്പോൾ പലരും ഏത് ക്ഷേത്രം നോക്കിയാലും പറയുന്ന കാര്യം 2000 വർഷം പഴക്കമുണ്ട്, 3000 വർഷം പഴക്കമുണ്ടായിരുന്നു. ഈ 2000 വർഷം 3000 വർഷം പഴക്കം എന്ന് പറയുന്നത് ജ്യോതിഷികളുടെ നിഗമനം, ചരിത്രരേഖ വെച്ചുകൊണ്ടല്ല. ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ കെട്ടിടമല്ല. കെട്ടിടത്തിൻ്റെ പഴക്കം വെച്ചുകൊണ്ട് ഒരിക്കലും 2000-3000 വർഷം എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കാരണം കാലാകാലം പുതുക്കി പണിയുന്നതാണ് നമ്മുടെ ക്ഷേത്ര പ്രാസാദം, ക്ഷേത്രത്തിൻ്റെ ഈ പ്രാകാരങ്ങൾ, ഇതിൻ്റെ കെട്ടിടങ്ങൾ. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഈ വാസ്തുശില്പത്തിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ പ്രായമല്ല. അത് നമ്മുടെ പുരാവസ്തു വിദഗ്ധരും കണക്കാക്കുക അങ്ങനെയല്ല. പകരം അവിടുത്തെ ആദ്യ പ്രതിഷ്ഠ ഏത് കാലത്ത് വന്നു. ചിലപ്പോൾ ഒരു മരച്ചുവട്ടിൽ ഒരു കരിങ്കല്ല് വെച്ച് പ്രാർത്ഥിച്ചതായിരിക്കും. ഒരു സാധാരണ കരിങ്കല്ല് എവിടെ നിന്നെങ്കിലും കിട്ടിയതായിരിക്കും അവിടെ വെച്ചിരിക്കുന്നത്. അതിനൊരാൾ പൂവർപ്പിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ മനുഷ്യന് നന്മ വരുന്നു, ഗുണം വരുന്നു, ഭാഗ്യം വരുന്നു. ഇദ്ദേഹം തനിക്ക് കാശ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രം പണിയും.
പിന്നെ വരുന്നവർ നന്നാവുന്ന സമയത്ത് അവർ വലിയ കെട്ടിടങ്ങൾ പണിയും, വലിയ പ്രാസാദങ്ങൾ പണിയും. പിന്നെ വരുന്നവർ ഓട് മാറ്റി ചെമ്പ് പതിച്ചു എന്ന് വരും. പിന്നെ വരുന്നവർ ഗുരുവായൂരിലെ പോലെ സ്വർണം പതിച്ചു എന്ന് വരും. ഇത് കാലാകാലം വരുന്ന മാറ്റമാണ് പ്രാസാദത്തിന്. അതുകൊണ്ട് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇന്ന് കാണുന്ന വാസ്തുരൂപം വെച്ചുകൊണ്ട് ഇതിൻ്റെ കാലനിർണയം പ്രയാസമാണ്. ഈ കാലനിർണയം നമ്മുടെ പുരാവസ്തു വകുപ്പ് തന്നെ, കേരളത്തിൻ്റെ ഈ എപ്പിഗ്രാഫി, കേരളത്തിൻ്റെ പുരാവസ്തു വകുപ്പിൻ്റെ ഡയറക്ടറായിരുന്ന നമ്മുടെ വിഖ്യാതനായ വാസുദേവ പൊതുവാൾ, അദ്ദേഹം തിരുവങ്ങാടൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ കാലനിർണയം പ്രയാസമാണ്. കാരണം 17-18 നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ ഈ തരത്തിലുള്ള പല ക്ഷേത്രങ്ങളും നവീകരണത്തിന് വിധേയമായിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ നവീകരണത്തിന് വിധേയമായിട്ടുണ്ട് നമുക്കറിയാം. കാരണം ടിപ്പുവിൻ്റെ യുദ്ധത്തിന് ശേഷം തിരുവങ്ങാട് ക്ഷേത്രം നവീകരണത്തിന് വിധേയമായിട്ടുണ്ട്. ഏത് ക്ഷേത്രം തകർന്നാലും ടിപ്പുവിൻ്റെ തലയിൽ വെച്ച് കൊടുക്കും. ആ തരത്തിലല്ല ഇത്. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായി തന്നെ ടിപ്പുവിൻ്റെ ആക്രമണത്തിന് വിധേയമായി എന്നുള്ളതിൻ്റെ രേഖകളുണ്ട്. ടിപ്പുവിൻ്റെ മാത്രമല്ല, അതിനു മുൻപേ ടിപ്പുവിൻ്റെ പിതാവ് ഹൈദർ അലിയും ഇവിടെ ആക്രമിച്ചിരുന്നു. വളരെ കൃത്യമായിട്ട് രേഖയുണ്ട് ഹൈദർ അദ്ദേഹത്തിൻ്റെ സൈന്യത്തെയും കൊണ്ട് ഇവിടെ വന്നതിനെക്കുറിച്ച്. ഇത് ചരിത്രരേഖകൾ ഉള്ളതാണിത്. 18-ാം നൂറ്റാണ്ടിൽ ക്ഷേത്രം ഈ പുനർനിർമ്മാണത്തിന് വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് അതിന് മുൻപുണ്ടായിരുന്ന സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ രേഖകളില്ല. ഇത് കേരളത്തിലുള്ള പല ക്ഷേത്രത്തിൻ്റെയും വിധിയാണ്, ദുർവിധിയായിരുന്നു. നമുക്ക് കൃത്യമായിട്ടുള്ള രേഖകൾ ചരിത്രത്തെ സംബന്ധിച്ച് ലഭ്യമല്ല എന്നുള്ളത് പല ക്ഷേത്രങ്ങളുടെയും. പിന്നെ കാലനിർണയവും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെയും കുറിച്ച് അന്വേഷിക്കുന്നത് അതിൻ്റെ പൗരാണികമായ അവിടെ നമുക്ക് കിട്ടുന്ന ചില മുദ്രകൾ വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ പുറത്ത് ബലിക്കല്ലുണ്ട്, വലിയ ബലിക്കല്ല്. ബലിക്കല്ലിൻ്റെ മേലെ ഒരു മണ്ഡപം പണിതിട്ടുണ്ട്, ഓട് ഇട്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം ചെമ്പാണ്. മേലെ ഓട്. അത് 60കളിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പഴയ ആളുകൾക്കറിയാം, ആദ്യം ബലിക്കല്ലിൻ്റെ മേലെ ഒന്നും ഉണ്ടായിരുന്നില്ല, തുറന്ന ബലിക്കല്ലായിരുന്നു, മഴ കൊള്ളുന്ന ബലിക്കല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് പൗരാണിക ക്ഷേത്രത്തിൻ്റെ ലക്ഷണമാണ് തുറന്ന ബലിക്കല്ല് എന്ന് പറയുന്നത്. അതിപൗരാണികായ ക്ഷേത്രങ്ങളുടെ ലക്ഷണമാണ് തുറന്ന ബലിക്കല്ല്. വലിയ ബലിക്കല്ല് ആകാശത്തിന് കീഴിൽ മഴയും വെയിലും കൊണ്ട് കിടക്കുന്നത് പൗരാണിക ക്ഷേത്രങ്ങളുടെ ഒരു ലക്ഷണമാണ്. അപ്പം നമുക്ക് വളരെ പൗരാണികമായ ക്ഷേത്രങ്ങളെ കണ്ടെത്താനുള്ള ചില മുദ്രകളുണ്ട്. ആ മുദ്രകൾ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ക്ഷേത്ര ചരിത്രം അന്വേഷിക്കുക. മറ്റൊന്ന് ഐതിഹ്യങ്ങളാണ്. ഐതിഹ്യങ്ങളെ കേട്ടുകേൾവി എന്ന് കരുതിക്കൊണ്ട് നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയേണ്ടെന്ന് ആവശ്യമില്ല. ഐതിഹ്യങ്ങളിൽ സ്വീകരിക്കാൻ പറ്റുന്നതും കാണും, നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നതും കാണും. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഐതിഹ്യപരമായിട്ട് നമ്മൾ അറിയുന്നത് ശ്വേതമുനി സ്ഥാപിച്ച ക്ഷേത്രമാണെന്ന്. ശ്വേതൻ എന്ന് പറയുന്ന ഒരു മുനി, ശ്വേതനും നീലനും 2 കാട്ടാളന്മാർ ഈ വൻകാട്ടിൽ, ഇതൊരു വൻകാടായിരുന്നു, ഇവിടെ തപസ് ചെയ്തു. തപസ് ചെയ്തല്ല, ഈ കാട്ടിൽ ജീവിച്ച കാട്ടാളന്മാരാണ്. അപ്പം അഗസ്ത്യമുനിയുടെ യാത്രയിൽ അദ്ദേഹം തലക്കാവേരിയിൽ സ്നാനത്തിന് പോകുന്ന സമയത്ത്, കാവേരി സ്നാനത്തിന് പോകുന്ന സമയത്ത് ശ്വേതനും മുനിയും അദ്ദേഹത്തെ തടഞ്ഞു. ശ്വേതനും നീലനും 2 പേർ അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹത്തെ ദ്രോഹിച്ചപ്പോൾ രണ്ടുപേരേക്കും ശാപം നൽകിയെന്നാണ്, തളർന്നു പോകാൻ. പിന്നെ ശാപമോക്ഷത്തിനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അഗസ്ത്യൻ അവരോട് ഉപദേശിച്ചത് 2 ശിവക്ഷേത്രങ്ങളിൽ പോയിട്ട് തപസ്സനുഷ്ഠിക്കാനാണ്. അതിൽ ശ്വേതൻ തപസ്സനുഷ്ഠിച്ച ശിവക്ഷേത്രമാണ് വടക്കേടം ശിവക്ഷേത്രം. നീലൻ തപസ്സനുഷ്ഠിച്ച ശിവക്ഷേത്രമാണ് നീലേശ്വരം. അപ്പം ഈ 2 സ്ഥലങ്ങളിൽ നീലനും ശ്വേതനും തപസ്സനുഷ്ഠിക്കുകയും ഈ കാട്ടാളന്മാർ മാറിയിട്ട് മുനിമാരായി മാറി എന്നാണ് ഒരൈതിഹ്യം. ഇത് കേരള മാഹാത്മ്യത്തിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു ഐതിഹ്യമാണ്. ആദരണീയനായ ശിവകൃഷ്ണമാരാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ. അത് സീതാരാമ ശാസ്ത്രികൾ അദ്ദേഹത്തോട് പറഞ്ഞതായിട്ടാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്.
സീതാരാമ ശാസ്ത്രികൾക്ക് ഇത് ലഭ്യമായത് കേരള മഹാത്മ്യത്തിൽ നിന്ന്. വടക്കൻ കേരളത്തിൻ്റെ ക്ഷേത്ര ചരിത്രത്തിൻ്റെ രൂപരേഖകളുള്ളതൊന്ന് കേരള മഹാത്മ്യത്തിലാണ്. പക്ഷേ കേരള മഹാത്മ്യത്തെ 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് എൻ്റെ കണ്ടുപിടുത്തല്ല, പണ്ഡിത മതം അങ്ങനെയാണ്. മഹാകവി ഉള്ളൂരടക്കം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്താണ്. 100% കേരള മഹാത്മ്യത്തെ വിശ്വസിക്കാൻ പറ്റില്ല. അല്പം അതിശയോക്തിയുണ്ട്. കേരള മഹാത്മ്യം പറയുന്നത് നീലനും ശ്വേതൻ്റെയോ ഈ കഥയാണ്. പക്ഷേ പുരാണത്തിൽ നമ്മളൊരു ശ്വേതനെ അന്വേഷിച്ചാൽ പുരാണത്തിൽ ശ്വേതന്മാരുണ്ട്. അതിൽ ശ്വേതനെയും അഗസ്ത്യമുനിയെയും ബന്ധപ്പെടുത്തി ഇതുപോലുള്ളൊരു കഥ പുരാണത്തിലുണ്ട്. പക്ഷെ അത് വടക്കേ ഇന്ത്യയിലാണ് നടന്നത്. കാരണം ആ ശ്വേതൻ ജീവിച്ചത് ത്രേതായുഗത്തിലാണ്. അദ്ദേഹം വിദർഭയിലെ രാജാവായിരുന്നു. വിദർഭയിലെ രാജാവായ ഈ ശ്വേതൻ ദീർഘകാലം ജീവിച്ചു. അവസാനം മരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടിയില്ല. പകരം ഇദ്ദേഹത്തോട് ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾക്ക് ശാപമോക്ഷം അത്ര എളുപ്പമല്ല. എന്താ കാരണം വെച്ചാൽ രാജാവായി ജീവിക്കുന്ന കാലത്ത് നിങ്ങൾ ഒരു മനുഷ്യനെ പോലും സഹായിച്ചിട്ടില്ല, ദാനം ചെയ്തിട്ടില്ല. ഒരു ദാനവും ചെയ്യാത്തൊരു രാജാവാണ് നിങ്ങൾ. അതുകൊണ്ട് ശ്വേതന് നൽകിയ ശിക്ഷ എന്താണെന്നറിയോ? ശവശരീരം മോക്ഷം കിട്ടാതെ നദീതീരത്ത് കിടക്കുക. ഈ ശവശരീരം അവനവൻ തന്നെ ഭക്ഷിക്കുക. ഈ ജുഗുപ്സിതമായ ശവശരീരത്തെ അവനവൻ തന്നെ ഭക്ഷിക്കേണ്ട ദുര്യോഗം. ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ട് തൻ്റെ ജഡം തിന്നുക. പിറ്റേ ദിവസം നോക്കുമ്പോൾ അത് വീണ്ടും പഴയ രൂപത്തിൽ കിടക്കുന്നുണ്ടാവും. അടുത്ത ദിവസം വീണ്ടും ഭക്ഷിക്കുക. അങ്ങനെ 10,000 വർഷം ശ്വേതൻ തൻ്റെ സ്വന്തം ജഡം ഭക്ഷിച്ചു എന്നും അപ്പോൾ അഗസ്ത്യൻ കടന്നു വന്നു എന്നും അഗസ്ത്യനെ കണ്ട മാത്രയിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടിയ മാത്രയിൽ ഇദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി കൈവന്നു എന്ന് പുരാണത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അഗസ്ത്യനെയും ശ്വേതനെയും ബന്ധപ്പെടുത്തി നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന ഏക കഥയതാണ്. നമുക്ക് ഇവിടുത്തെ കഥ ഒരു സ്ഥലത്തും കാണില്ല. മറ്റു പുരാണങ്ങളിലും ശ്വേതന്മാരെ കുറിച്ച് കഥ പറയുന്നുണ്ട്. ശ്വേതകേതു എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനെ കുറിച്ച്, യജ്ഞാചാര്യനെ കുറിച്ച് നമ്മുടെ പുരാണങ്ങളിലും പറയുന്നുണ്ട്, ആഗമങ്ങളിലും പറയുന്നുണ്ട്. അവിടെ ഒരു കാര്യം എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരുപക്ഷെ ഈ ശ്വേതൻ ആരാണ്? ശ്വേതം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വെളുപ്പ് എന്നാണ്. നീലം എന്ന് പറയുന്നതിൻ്റെ ശ്യാമം എന്നാണ്. ഒന്ന് കറുത്തവനാണ്, ഒന്ന് വെളുത്തവനാണ്. വളരെ സൂക്ഷ്മമാണ് നമ്മുടെ പഴയ ആളുകളുടെ കണ്ടുപിടുത്തങ്ങൾ. അതുകൊണ്ട് തിരുവങ്ങാട് എന്ന പേര് ശ്വേതാരണ്യപുരി എന്ന് പറയുന്നതായിട്ട് സംസ്കൃതത്തിൽ മാറിയതായിട്ട് രേഖകളുണ്ട്. തിരുവങ്ങാടിൻ്റെ സംസ്കൃത നാമം ശ്വേതാരണ്യപുരി എന്നാണ്. ശ്വേതം വെളുപ്പ്, ആരണ്യം കാട്. ഇതിനോട് ചേർന്ന നഗരമായതുകൊണ്ട് തലശ്ശേരിയുടെ പഴയ പേര് ശ്വേതാരണ്യപുരം ആണ് എന്ന് 1880 മാനുവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ മദ്രാസ് പ്രസിഡൻസി, ബ്രിട്ടീഷുകാർ 1880 തയ്യാറാക്കിയ ബ്രിട്ടീഷ് പ്രസിഡൻസി മാനുവലിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തലശ്ശേരിയുടെ പൂർവ്വനാമം തിരുവങ്ങാട് എന്നാണ്. തീർച്ചയായിട്ടും അതെ, തലശ്ശേരിയുടെ എല്ലാ രേഖകളും പഴയ രേഖകളിൽ തലശ്ശേരിയില്ല, തിരുവങ്ങാടാണ്. ഇവിടുത്തെ സബ് കളക്ടർ ഓഫീസിൻ്റെ ചുമരിൽ കാണുന്ന ശിലാലിഖിതം പോലും തലശ്ശേരി എന്ന നഗരത്തെക്കുറിച്ചല്ല പറയുന്നത്, തിരുവങ്ങാട് എന്ന വില്ലേജിനെ കുറിച്ചാണ് പറയുന്നത്, പ്രാചീന ലിഖിതം. അപ്പം തിരുവങ്ങാട് എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു, ഒരു നഗരമായിരുന്നു. അതിൻ്റെ സംസ്കൃത നാമമാണ് ശ്വേതാരണ്യപുരി എന്ന് പറയുന്നു. ഞാൻ യാദൃച്ഛികമായിട്ട് എൻ്റെ അന്വേഷണത്തിൻ്റെ വഴിയിൽ ഒരു ഗ്രന്ഥം കണ്ടു. ഡോക്ടർ ഡേവിഡ് സ്മിത്ത്, അദ്ദേഹം ലങ്കാസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ മതപഠനത്തിൻ്റെ അധ്യക്ഷനായിരുന്ന മനുഷ്യനാണ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ദ ഡാൻസ് ഓഫ് ശിവ എന്ന ഗ്രന്ഥത്തിൻ്റെ പേര്. അതിൽ ഈ ഡേവിഡ് സ്മിത്ത്, അദ്ദേഹം ഇന്ത്യയിലെ ശൈവ മതങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠനം നടത്തിയൊരു മനുഷ്യനാണ്. റിലീജിയസ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ മനുഷ്യൻ്റെ പഠനങ്ങളിൽ
അദ്ദേഹം ദീർഘകാലം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ശൈവമതത്തെക്കുറിച്ച് പഠനം നടത്തിയാണ്. നമ്മുടെ പ്രാചീന മതങ്ങളിലൊന്നാണ് ശൈവമതം. അദ്ദേഹം അതിൽ വേദാചാര്യനായ ശ്വേതകേതുവിനെ കുറിച്ച് പറയുന്നുണ്ട്. വേദപണ്ഡിതനായ വേദാചാര്യനായ ശ്വേതകേതു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ തമിഴിലെ ശൈവമതത്തെക്കുറിച്ചുള്ള അനേകം പഠനങ്ങളുണ്ട്. ഉമാവതിയുടെ വിഖ്യാതമായ ശൈവ പഠനങ്ങളുണ്ട്. അതിൽ ശ്വേതകേതുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ശ്വേതവന പെരുമാൾ എന്നാണ് പറയുന്നത്. ശ്വേതവന പെരുമാൾ. നമ്മൾ നോക്കുക, വാക്കിൻ്റെ ഒരർത്ഥം ഇത് ശ്വേതവനാണ്. ശ്വേതവന പെരുമാൾ. ഉമാവതി ശിവാചാര്യ ശ്വേതവന പെരുമാളിനെ കുറിച്ച് പറയുന്നു. അതെപ്പോഴും 14-ാം നൂറ്റാണ്ടിൽ. ഈ മനുഷ്യൻ ഡേവിഡ് സ്മിത്ത് എഴുതി വച്ചിരിക്കുന്നു, ശ്വേതകേതു എന്ന് പറയുന്ന മനുഷ്യൻ ജനിച്ച സ്ഥലം, അദ്ദേഹം വേദപണ്ഡിതനായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു, യജ്ഞാചാര്യനായിരുന്നു, ശൈവാചാര്യനായിരുന്നു. അദ്ദേഹം ജനിച്ച സ്ഥലം, അദ്ദേഹം ജീവിച്ച സ്ഥലം, ആ സ്ഥലത്തിൻ്റെ പേര് ശ്വേതാരണ്യം എന്നാണ്. ശ്വേതാരണ്യം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലുണ്ടൊരു ശ്വേതാരണ്യം. എന്തുകൊണ്ട് തിരുവങ്ങാടാവുന്നു? അതായിക്കൂടെ നമുക്ക്? പക്ഷേ അദ്ദേഹം വ്യക്തമായിട്ട് എഴുതുന്നു, ശ്വേതാരണ്യം എന്ന സ്ഥലത്തിൻ്റെ ഇന്നത്തെ പേര് തിരുവങ്ങാടെന്നാണ്. ഇത് ഡേവിഡ് സ്മിത്ത് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഡാൻസ് ഓഫ് ശിവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ്. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ ഇന്നത്തെ പേര് തിരുവങ്ങാടെന്നാണ് എന്നാണ്. ഉത്തരേന്ത്യയിലെ ശ്വേതാരണ്യത്തിൻ്റെ മലയാള നാമം ഇല്ല അതിന്. ഉത്തരേന്ത്യയിലെ അതിൻ്റെ ഹിന്ദിയിലെ നാമത്തിലും തിരുവങ്ങാട് വരുന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ടും ഒരു പക്ഷേ ഇദ്ദേഹം രേഖപ്പെടുത്തിയ ശ്വേതാരണ്യം നമ്മുടെ തിരുവങ്ങാട് തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. അദ്ദേഹം അവിടെ ജീവിച്ചത് കൊണ്ടാണ് ആ പ്രദേശത്തിന് ശ്വേതാരണ്യപുരി എന്ന് പേര് വന്നത്. ഇത് അനേകം ശൈവഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ടുള്ള പഠനമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. അപ്പം നമുക്ക് ശിവക്ഷേത്രം, വിഷ്ണു ക്ഷേത്രം, ശിവക്ഷേത്രവും വിഷ്ണു ക്ഷേത്രവും അടുത്തടുത്താണ് വരുന്നത്. ഇത് മറ്റൊരു പ്രത്യേകതയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നോക്കിയാൽ ശിവക്ഷേത്രവും വിഷ്ണു ക്ഷേത്രവും അങ്ങനെ അടുത്ത് കാണില്ല നമുക്ക്. കാരണം ഒരു കാലഘട്ടത്തിൽ ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രത്യേകത, ഹിന്ദുമതത്തിൻ്റെ പൂർവ്വരൂപം എന്തായിരുന്നു? ഹിന്ദുമതത്തിൻ്റെ പൂർവ്വരൂപം ശക്തിമതായിരുന്നു. അമ്മയായിരുന്നു നമ്മളൊക്കെ ആരാധിച്ചത്. നമ്മുടെ ആദിമാതാവ് എന്ന് പറയുന്നത് കൊറ്റവൈ ആയിരുന്നു. കേരളത്തിലെ ആദിമാതാവിൻ്റെ പേര്, ആദ്യ ദൈവത്തിൻ്റെ പേര് കൊറ്റവൈ എന്നാണ്. കാർഷിക ദേവതയാണ്. പിന്നീട് നമ്മൾ മാതൃ ആരാധനയിൽ നിന്ന് ശൈവാരാധനയിലേക്ക് ഒരു വിഭാഗം മാറി. ശൈവാരാധകരായ ധാരാളം മനുഷ്യർ വന്നു. ശിവമതം, ശൈവമതം എന്നാണ് അതിൻ്റെ പേര് തന്നെ. ശൈവമത വിശ്വാസികളായ ആളുകൾ വന്നു. വിശ്വസിക്കാത്തവരെ തല്ലുന്ന ആളുകളുണ്ടായി കൂട്ടത്തിൽ. അവർക്ക് പേര് കൊടുത്തു കാപാലികർ. ശൈവ കാപാലികർ. അവർ ആയുധം എടുക്കും. കപാലാണ് അവരുടെ കയ്യിലുള്ള മുദ്ര. ശിവന്റെ കയ്യിലുള്ള ഒരായുധം കപാലം, ഒരു തലയോടാണ് കാപാലികന്മാരായ ശൈവമത വിശ്വാസികളുടെ ഒരായുധം. അവരുടെ ആയുധമല്ല, മുദ്ര. ഇത് കൂടാതെ പിന്നീട് വൈഷ്ണവമതം വന്നു. അപ്പോൾ ശൈവമതവും വൈഷ്ണവമതവും രണ്ട് മതങ്ങളായി, പരസ്പരം കണ്ടുകൂടാത്ത അവസ്ഥയിലായി. ഇത് ഭാരതത്തിൽ നടന്നതാണ്. ശൈവമത വിശ്വാസികളും വൈഷ്ണവമത വിശ്വാസികളും രണ്ട് ഭാഗത്ത് രണ്ട് വിശ്വാസങ്ങളുടെ പ്രതീതികളായിട്ട് മാറി നിന്നു, മതിൽ കെട്ടി മാറി നിന്നു. ദീർഘകാലം ഇതുണ്ടായി. പക്ഷെ നമുക്കറിയാം, ശങ്കരാചാര്യരെ പോലുള്ള ഭാരതം കണ്ട ഏറ്റവും വലിയ സംസ്കാരത്തിൻ്റെ ഈ ഒരു വല്ലാത്ത തീജ്വാലയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താണ്? അദ്ദേഹത്തെ പോലുള്ള ധാരാളം പണ്ഡിതന്മാർ ശൈവമതത്തെയും വൈഷ്ണവമതത്തെയും അതുപോലെ തന്നെ ശക്തിമതത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് ഹിന്ദു കൾച്ചർ എന്ന് പറയുന്ന, ഹിന്ദു മതം, റിലിജിയൻ എന്ന് പറയുന്ന ഒരു കൾച്ചറാണ് ഇവിടെ. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂട്ടായ്മയിൽ കൂടി ശക്തമായ ഒരു വിശ്വാസത്തെ ഉരുത്തിരിച്ചെടുത്തു എന്നുള്ളതാണ്. അതിന് നമ്മുടെ പുരാണങ്ങൾ ധാരാളം സഹായം ചെയ്തു. ശിവനോട് ചോദിക്കുന്നുണ്ട്, കൈലാസത്തിലിരിക്കുന്ന മഹാദേവനാണ് അദ്ദേഹം, പരമേശ്വരനാണ്, ദേവന്മാരുടെ ഈശ്വരനാണ്. കൈലാസത്തിലിരിക്കുന്ന അങ്ങ് കണ്ണടച്ചിട്ട് ധ്യാനിക്കുന്നുണ്ട്. അങ്ങക്ക് എന്തിനാണ് ധ്യാനം? അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത്?
ദേവന്മാരുടെ ദേവനായ അങ്ങയ്ക്ക് എന്തിനാണ് മറ്റൊരു ദേവനെ ധ്യാനിക്കേണ്ടെന്ന ആവശ്യം? അങ്ങ് എന്താണ് കണ്ണടച്ച് ധ്യാനിക്കുന്നത്? അപ്പോൾ ശിവൻ പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? എൻ്റെ ധ്യാനം ഓം നമോ നാരായണ. ശിവൻ ധ്യാനിക്കുന്നത് ഓം നമോ നാരായണ. അനന്തതൽപ്പത്തിൽ ഭൂദേവിയുടെയും ശ്രീദേവിയുടെയും ഒരാളുടെ മടിയിൽ തലവെച്ചു, മറ്റൊരാളുടെ മടിയിൽ കാല് വെച്ചു മഹാവിഷ്ണു അനന്തതൽപ്പത്തിൽ കിടക്കുക, പാൽക്കടലിൽ കണ്ണടച്ച് ധ്യാനിക്കുക. മഹാവിഷ്ണു ശ്രീനാരായണനോട് ചോദിക്കുന്നു, അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത്? ഈ ലോകത്തിൻ്റെ സ്ഥിരത എന്ന് പറയുന്നത്, സ്ഥിതി എന്ന് പറയുന്നത് അങ്ങയുടെ കയ്യിലാണ്. അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത്? എന്താണ് അങ്ങ് ജപിക്കുന്നത്? ചുണ്ടുകൾ അനങ്ങുന്നുണ്ടല്ലോ. ഇപ്പോൾ വിഷ്ണു പറയുന്നു, ഞാൻ ജപിക്കുന്നത് ഓം നമശിവായാണ്. വിഷ്ണു ഓം നമശിവായം ജപിക്കുക, ശിവൻ ഓം നമോ നാരായണ ജപിക്കുക. ഇവർ രണ്ടുപേരും രാജരാജേശ്വരി എന്ന് പറയുന്ന ആദിമാതാവിൻ്റെ മക്കളാണ് എന്നുള്ള സങ്കല്പം എത്ര സമർത്ഥമായിട്ടാണ് ഒരു മതത്തെ ക്രോഡീകരിച്ച് ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണുമ്പോൾ അത്ഭുതം തോന്നും. എങ്ങനെ വ്യത്യസ്ത സംസ്കാരങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരാം? അത് പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. ബുദ്ധമതം വേർപെട്ടു പോയതാണ്, ജൈനമതം വേർപെട്ടു പോയതാണ്. നമുക്ക് ഇവിടെ ശ്രീരാമ ദേവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. വിഗ്രഹം എന്താണ്? വിഷ്ണു വിഗ്രഹമാണ്. ചതുർബാഹുവായ വിഷ്ണു വിഗ്രഹമാണ്. ദശാവതാരങ്ങളിൽ ഒന്നാണ്. ഉത്തരേന്ത്യയിൽ ദശാവതാരങ്ങളിൽ ഒന്ന് എന്താണെന്നറിയോ? അവിടെ ബലരാമനില്ല, ചില സ്ഥലത്ത് പരശുരാമനില്ല. പകരം 10 അവതാരങ്ങളിൽ ഒന്ന് ശ്രീബുദ്ധനാണ്. ശാക്യമുനി എന്നുള്ള പേരിൽ ശ്രീബുദ്ധനാണ് ഒരു അവതാര പുരുഷൻ. വിഷ്ണുവിൻ്റെ അവതാര രൂപങ്ങൾ പൊത്തിവെച്ചതിൽ നമുക്ക് കാണാം 10ൽ 1 ശാക്യമുനിയാണ്. എങ്ങനെ ബുദ്ധമതത്തെയും ഹിന്ദുമതത്തെയും കൂട്ടിയോജിപ്പിക്കാൻ പറ്റും വിശ്വാസങ്ങളിൽ കൂടി? അതുകൊണ്ട് താരാദേവിയുണ്ട് നമുക്കതിൽ, സരസ്വതിയുണ്ടതിൽ. മിക്കവാറും ഹിന്ദു ദേവതകൾ മുഴുവൻ ബുദ്ധമതത്തിലേക്ക് വന്നിട്ടുണ്ട്, ജൈനമതത്തിലേക്കും വന്നിട്ടുണ്ട്. ചന്ദ്രമൗലീശ്വരനെ പോലുള്ള ദേവതകളെ കാണാം നമുക്ക്. അപ്പം ഈ മതങ്ങളെ സംയോജിപ്പിക്കാനുള്ള, പ്രത്യേകിച്ചും ഇന്ത്യയിൽ പറന്ന മതങ്ങളെ സംയോജിപ്പിക്കാനുള്ള പുരാണങ്ങളും ആ പുരാണങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള, നേരത്തെ ഞാൻ പറഞ്ഞ ശങ്കരാചാര്യരെ പോലുള്ള അറിവിൻ്റെ തീജ്വാലകളും നമുക്കുണ്ടായിരുന്നു, അറിവിൻ്റെ വെളിച്ചവും നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മതങ്ങളൊന്നായി. ഇവിടെ നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം കാണാം. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ഒരു ഭാഗത്ത് വടക്കേടം ശിവക്ഷേത്രം. വടക്കേടം ശിവക്ഷേത്രത്തിൽ തപസ്സിരുന്ന ശ്വേതന് ശ്രീരാമ വിഗ്രഹം കിട്ടിയെന്നും അദ്ദേഹം ഈ അഗസ്ത്യമുനിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ശ്രീരാമപ്രതിഷ്ഠ നടത്തി എന്നുമാണ് ഒരു കഥ. ഇതിൽ വളരെ നല്ല ചില കാര്യങ്ങൾ, രസകരമായ കാര്യം തോന്നുന്നുണ്ട്. എന്താ കാരണം അറിയോ? അഗസ്ത്യനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് അഗസ്ത്യകൂടം ഉൾപ്പെടെ. അഗസ്ത്യൻ തലക്കാവേരി സ്നാനത്തിന് പോകുന്നത് ഈ കേരളത്തിൽ ഈ വഴിക്ക് കൂടി. ശ്രീരാമൻ വനവാസകാലത്ത് ജീവിച്ച സ്ഥലങ്ങളും രാമായണവുമായി ബന്ധപ്പെട്ട കഥകളും ഉത്തര കേരളത്തിൽ ധാരാളമുണ്ട്. പുൽപ്പള്ളിയിൽ സീതാദേവി ക്ഷേത്രമുണ്ട്. സീത കുളിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു തടാകമുണ്ട് അവിടെ. പെരളശ്ശേരി ക്ഷേത്രം പ്രതിഷ്ഠിച്ചത് ശ്രീരാമനാണ്. ശ്രീരാമൻ സ്വന്തം വളയൂരിയിട്ടാണ് പെരുവളശ്ശേരിയെ പ്രതിഷ്ഠിച്ചത് എന്ന് ഐതിഹ്യമുണ്ട്. തൊട്ടപ്പുറത്തെ മക്രേരി ശിവക്ഷേത്രം സ്ഥാപിച്ചത് ഹനുമാനാണ്. മർക്കടശ്ശേരി മക്രേരിയായി എന്നാണ് ഒരു കഥ. വിഗ്രഹം കൊണ്ടുവരാൻ താമസിച്ചപ്പോൾ ശ്രീരാമൻ വളയൂരി പെരളശ്ശേരിയെ പ്രതിഷ്ഠിച്ചു. അവിടെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിച്ചു. ഹനുമാൻ വിഗ്രഹം കൊണ്ടുവരുമ്പോൾ വൈകിപ്പോയി. ഹനുമാനോട് പറഞ്ഞു, താൻ തന്നെ വെച്ചോളൂ, പ്രതിഷ്ഠിച്ചോളൂ. അവിടെ നിന്നൊരു 3 കാതം ചാടിക്കൊണ്ട് അവിടെ എത്തിയ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു എന്നും അത് പെരുവളശ്ശേരിയിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെയുള്ള മക്രേരിയായി മാറുകയും ചെയ്തു. ഇവിടെ കൊളശ്ശേരിക്കടുത്ത് രാമനാൽ കീഴിൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നമുക്ക് അത്ഭുതം തോന്നും. ഉത്തര കേരളത്തിൽ തന്നെ പിണറായിയിലെ ശിവപാർവതി ക്ഷേത്രം പ്രതിഷ്ഠിച്ചത് ശ്രീരാമനാണത്രേ. ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം നമ്മുടെ
ചാലക്കടുത്ത്, കണ്ണൂർ ചാലക്കടുത്ത് തൃക്കപാലം ക്ഷേത്രം. തൃക്കപാലം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ, ആദ്യ പ്രതിഷ്ഠ ശ്രീരാമനാണ് അത്ര നിർവഹിച്ചത്. അപ്പം ശ്രീരാമനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടനീളം വനവാസ കാലത്ത് ശ്രീരാമൻ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്ന ക്ഷേത്രങ്ങളുണ്ട്. അഗസ്ത്യൻ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ, അഗസ്ത്യ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ശ്വേതൻ ശ്രീരാമനെ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നൊരു സങ്കല്പം. ഇത് ചരിത്രത്തിലേക്കുള്ള വഴികൾ മാത്രം. ഐതിഹ്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും ഐതിഹ്യങ്ങൾക്ക് രേഖകളില്ല. തിരുവങ്ങാടിൻ്റെ രേഖയിൽ ശ്വേതനും അതുപോലെ തന്നെ അഗസ്ത്യമുനിയും, കാരണം ശ്രീരാമഭക്തനായിരുന്നു അഗസ്ത്യമുനി, അഗസ്ത്യമുനിയും ശ്വേതനും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇത് കൂടാതെ ഈ 9-ാം നൂറ്റാണ്ടിൽ നമുക്ക് കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ ഭരണമാറ്റം ഉണ്ടാകുന്നുണ്ട്. തമിഴിലെ നായനാർമാർ, തമിഴ്നാട് ഭരിച്ച നായനാർമാർ ശൈവൈറ്റുകളായിരുന്നു, ശിവമത വിശ്വാസികളായിരുന്നു. അവർ ശൈവ നായനാർമാരെന്നാണ് അറിയപ്പെടുന്നത്, രാജാക്കന്മാർ. എന്നാൽ ആൾവാർമാർ, തമിഴ്നാട്ടിൽ പിന്നീട് വന്ന രാജാക്കന്മാർ, തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ തമിഴ്നാട് ഉദ്ദേശിക്കേണ്ട, ഇതൊക്കെ തമിഴകത്തിൻ്റെ ഭാഗമാണ്. കാരണം സംഘകാല കൃതികളിൽ പാണരുടെയും പരണരുടെയും പല കൃതികളും പുറത്തു വന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ്. ഏഴിമല രാജവംശം തമിഴ്നാട്ടിൻ്റെ ഒരു ഭാഗമാണ്. സംഘകൃതികളിൽ 2 കൃതികൾ ഏഴിമലയിൽ നിന്നാണ് പുറത്തു വന്നത്, നമ്മുടെ കോലത്ത് നാട്ടിൽ നിന്ന്. തമിഴകത്തിൻ്റെ പഴയ ഭാഗം എന്നുള്ള തരത്തിൽ കുലശേഖര പെരുമാൾ ഭരണം ഏറ്റെടുത്തപ്പോൾ നമ്മുടെ നാട് ഉൾപ്പെടെ കുലശേഖര പെരുമാളിൻ്റെ ഭരണത്തിന് കീഴിൽ വന്നിരുന്നു. കുലശേഖര ആഴ്വാർമാർ, കുലശേഖര പെരുമാൾ വൈഷ്ണവനായിരുന്നു. 9-ാം നൂറ്റാണ്ടിൽ വൈഷ്ണവ മതത്തിന് ഇവിടെ ശക്തി വരികയും 9-ാം നൂറ്റാണ്ടിൽ തന്നെ ശക്തിഭദ്രൻ്റെ ആശ്ചര്യ ചൂടാമണി എന്നുള്ളൊരു ഗ്രന്ഥം പുറത്തു വന്നിട്ടുണ്ട്. ഇത് ആ കാലഘട്ടത്തിൽ പറയുന്നത് കേരളത്തിൽ, പ്രത്യേകിച്ചും ഉത്തര കേരളത്തിൽ ഇതിന് വേരോട്ടമുണ്ടായിരുന്നു ഈ കൃതിക്ക് എന്നാണ്. ശക്തിഭദ്രൻ്റെ ആശ്ചര്യ ചൂടാമണിക്ക് എന്താ കാരണം പറയുന്നത് അറിയോ? ആശ്ചര്യ ചൂടാമണി ശ്രീരാമചരിതാണ്. ശ്രീരാമചരിതാണ് ആശ്ചര്യ ചൂടാമണി. ആ കാലഘട്ടത്തിൽ വേരോട്ടമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ 9-ാം നൂറ്റാണ്ടിൽ ശൈവമതവും വൈഷ്ണവ മതവും തമ്മിൽ സമന്വയിക്കുക. ഇപ്പോഴും ഉത്തരേന്ത്യയിൽ സമന്വയിക്കാതെയുണ്ട്. നമ്മുടെ ഈ ക്ഷേത്രവുമായിട്ട്, ഈ ക്ഷേത്രത്തിലെ പരമഭക്തനായിരുന്ന ഡോക്ടർ രാമദാസ് കൊക്കണശ്ശേരിയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു തറവാടാണത്. 2 വർഷം മുൻപാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അദ്ദേഹം എന്നോട് പറയായിരുന്നു, ചിക്കാഗോയിൽ ക്ഷേത്രം പണിയുന്ന സമയത്ത്, അവിടുത്തെ ഹിന്ദു ക്ഷേത്രം പണിയുമ്പോൾ ചിക്കാഗോവിലുള്ള അമേരിക്കയിലുള്ള മലയാളികൾ ആലോചിച്ചു ഏതൊക്കെ പ്രതിഷ്ഠ വേണം. അപ്പം ഏതൊക്കെ ദേവന്മാരെ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇതിൽ അയ്യപ്പനെ വേണം, ഗുരുവായൂരപ്പനെ വേണം, ശിവപ്രതിഷ്ഠ വേണം എന്ന് പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആന്ധ്രയിൽ നിന്നുള്ള ധനാഢ്യരായ കുറേ മനുഷ്യർ പറഞ്ഞു, എങ്കിലും ഞങ്ങൾ കാശി തരില്ല, ശിവം വേണ്ട, നമുക്ക് വിഷ്ണു മതി, ഭഗവതിയെ വെച്ചോളൂ, അയ്യപ്പനെയും വെച്ചോ, പക്ഷേ ശിവം വേണ്ട. അവസാനം ഇവർ 2ആയി പിരിഞ്ഞു. എന്നിട്ട് ഇവർ കുറച്ച് പേര് വേറെ ക്ഷേത്രം പണിതു. പക്ഷെ ചിക്കാഗോവിലെ ബാക്കി തമിഴ്നാട്ടുകാരും മലയാളികളുമെല്ലാം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ ആ ക്ഷേത്രം പണിയുകയും അവിടെ ശിവപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ പിരിഞ്ഞുപോയവർ തിരിച്ചു വന്ന് ധനസഹായം ചെയ്തത്രേ. പക്ഷെ അദ്ദേഹം പറയാണ്, ഇപ്പോഴും അവർ ക്ഷേത്രത്തിൽ വന്നാൽ ശിവൻ്റെ മുന്നിലെത്തിയ തൊഴാതെ മാറിപ്പോവും, അവിടെ കൂപ്പുകയില്ല. ചിദംബര ക്ഷേത്രം, ചിദംബര ശൈവക്ഷേത്രം നമ്മൾ ആലോചിച്ച് നോക്കുക. ചിദംബര ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ശിവൻ ചിദംബരത്തെ ഉറങ്ങുക, ആരൂഢക്ഷേത്ര. നമ്മളൊക്കെ സ്വസ്ഥമായി ഉറങ്ങുന്ന എവിടെയാണ്? നമ്മുടെ സ്വന്തം വീട്ടിലാണ്. ഇപ്പം ശിവൻ്റെ സ്വന്തം വീട് ചിദംബര. പിന്നെ അവിടെ നിന്ന് രാവിലെ പുറപ്പെട്ടാൽ വേദാരണ്യം, കേദാരണ്യം തുടങ്ങി 10ഓളം ക്ഷേത്രങ്ങളിൽ സഞ്ചരിച്ച് രാത്രി ചിദംബരത്ത് തിരിച്ചെത്തും. ആ ചിദംബര ക്ഷേത്രം കുറച്ചു കാലം അടച്ചിട്ടു, പൂജ വരെ ഇല്ലാതെ. എന്താ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ പുരോഹിതന്മാർ കുറച്ചു പേര് ശൈവമത വിശ്വാസികളും കുറച്ചു പേര് വൈഷ്ണവ വിശ്വാസികളുമായിരുന്നു. ഇവർ തമ്മിൽ തല്ലിയിട്ട് ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. ഇത് ചരിത്രത്തിൽ കൃത്യമായി രേഖയുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത, ശൈവമതവും വൈഷ്ണവ മതവും തമ്മിൽ ഏകദേശം
1000 വർഷം മുൻപ് തന്നെ സമന്വയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് രാജരാജനാണ്. ശിവൻ രാജാക്കന്മാരുടെ രാജാവായിട്ട്, ദേവരാജാവായിട്ട് അവിടെ ഇരിക്കുക. രാജരാജേശ്വരൻ. കാരണം കേരളത്തെ തളികളായിട്ട് വിഭജിച്ചിരുന്നു ഭരണ സൗകര്യാർത്ഥം. അനേകം തളികൾ, ഓരോ തളിക്കും അധിപനായിട്ട് ഒരു ശിവക്ഷേത്രം ഉണ്ടാവും. മുഴുവൻ തളികളുടെയും അധിപനാണ് തളിപ്പറമ്പ് ശിവക്ഷേത്രം. അതുകൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് ഒരാൾക്ക് പട്ടും വളയും കൊടുത്ത് ആദരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ച് ചെയ്യില്ല. വേണാട്ട് രാജാക്കന്മാർ പട്ടും വളയും കൊടുത്ത് ആദരിക്കുന്നുണ്ടെങ്കിൽ ആ പട്ടും വളയും കൊണ്ട് തളിപ്പറമ്പ് വന്ന് തളിപ്പറമ്പ് ക്ഷേത്രത്തിലെ കൊട്ടുംപുറം എന്ന് പറയുന്ന അതിൻ്റെ മുന്നിലത്തെ കൊട്ടുംപുറത്ത് വെച്ച് അവിടെ ഒരു കെട്ടിടം കാണാം നിങ്ങൾക്ക്. ഒരു സ്ഥാനമുണ്ട് അവിടെ. ആ സ്ഥാനത്ത് വെച്ച് പട്ടും വളയും അവിടുത്തെ തന്ത്രിയാണ് നൽകേണ്ടത്, രാജാവല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാജരാജേശ്വര ക്ഷേത്രമാണ്. ആ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം പണിയുന്നത് 8-ാം നൂറ്റാണ്ടിൽ ശതസോമനാണ്. ഏഴിമല രാജവംശത്തിലെ 2ാമത്തെ രാജാവ് എന്ന് വിഖ്യാതനായ ശതസോമനാണ് തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രം പണിയുന്നത്. നമ്മൾ നോക്കുക, അവിടെ നിന്ന് ചെറിയൊരു നൂറ്റാണ്ടിൻ്റെ വടവേ ഉള്ളൂ. അതേ രാജാക്കന്മാർ തൃച്ചംബരത്ത് കൃഷ്ണനെ പ്രതിഷ്ഠിക്കുന്നു. ശിവപ്രതിഷ്ഠയും തൊട്ടപ്പുറം കൃഷ്ണൻ്റെ പ്രതിഷ്ഠയും, വിഷ്ണു പ്രതിഷ്ഠ, ഇത് രണ്ടും നിർവഹിക്കുന്നത് ഏഴിമല രാജവംശമാണ്. അപ്പം നമുക്ക് ഉത്തര കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ശൈവമതവും വൈഷ്ണവമതവും വളരെ നേരത്തെ സമന്വയിച്ചിട്ടുണ്ട്. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം ഒരു പ്രാചീന ശിവക്ഷേത്രത്തിൻ്റെ വലത്തുവശത്തായിട്ട് ആ ശിവക്ഷേത്രത്തേക്കാൾ വലുതായിട്ട് ഒരു വിഷ്ണു ക്ഷേത്രം പണിതിരിക്കുന്നു. എത്ര വലിയ സമന്വയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു സങ്കല്പമാണെന്ന് ആലോചിച്ച് നോക്കിയിട്ട് 2 ശൈവമത വിശ്വാസികളും വൈഷ്ണവമത വിശ്വാസികളും ഒന്നാവുകയും അവർ ഹിന്ദുമതം എന്ന വിശാലമായ ഒരു ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് നമ്മുടെ 6 ഏക്കർ വരുന്ന ഈ വിശാലമായ ക്ഷേത്രം. ഇതൊരു മഹാക്ഷേത്രമാണ്. വളരെ കുറച്ച് മഹാക്ഷേത്രങ്ങളെ നമുക്കുള്ളൂ. ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. 1187 ക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിലുണ്ട്. റെക്കോർഡ് ചെയ്യാത്തതും കാണും. ഇത് റെക്കോർഡ് ചെയ്തത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സെൻസസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. വളരെ കൃത്യമായിട്ട് ഓരോ ഗ്രാമത്തിലും അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെൻസസ് ഡിപ്പാർട്ട്മെൻറ്റ് റെക്കോർഡ് ചെയ്തതാണ്. ചെറിയ ക്ഷേത്രങ്ങളടക്കം അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ 3 ക്ഷേത്രങ്ങളും ആ റെക്കോർഡിൽ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇത് മഹാക്ഷേത്രമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വടക്കേടം മഹാക്ഷേത്രമല്ല. വടക്കേടാണ് ഏറ്റവും പ്രാചീനം. വടക്കേട ക്ഷേത്രം വളരെ പഴക്കമുള്ളതാണ്. അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കാര്യമായ രേഖകളൊന്നും ലഭ്യമല്ല. അതിപ്രാചീനമാണിത്. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ ആകർഷണം ഉണ്ടായത് വടക്കേട ക്ഷേത്രത്തിൻ്റെ മേൽഭാഗത്ത് കുറച്ച് പഴയ ചുമർചിത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ നവീകരണ സമയത്താണ് അത് നഷ്ടപ്പെട്ടു പോയത്. ആ ക്ഷേത്ര ചുമരിൻ്റെ മേലെ അതിപ്രാചീനമായ, മിക്കവാറും എനിക്കതിൻ്റെ ശൈലി വെച്ചിട്ട് തോന്നിയത് ഒരു 13-ാം നൂറ്റാണ്ടിലോ 14-ാം നൂറ്റാണ്ടിലോ ഉള്ള ചിത്രമാണ് എന്നുള്ളതാണ്. അത് കാർബൺ ഡി പോലുള്ള ആധുനിക പരീക്ഷണങ്ങളല്ല, ശൈലി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചിത്രങ്ങൾ നോക്കുക. 13-14 നൂറ്റാണ്ടുകളിലെ ചിത്രങ്ങളാണ് വടക്കേടം ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഞാനന്ന് കണ്ട അവസാന അവശിഷ്ടം. പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ നവീകരണ സമയത്ത് നമുക്ക് നഷ്ടമായി. വളരെ പൗരാണികമായ ക്ഷേത്രമാണ്, അതിശക്തമായ ക്ഷേത്രമാണ്. തിരുവങ്ങാട് ശ്രീരാമസ്വാമിയെ തൊഴുമ്പോൾ ആദ്യം തൊഴേണ്ടത് വടക്കേടം ശിവനെയാണെന്നാണ് പഴയ സങ്കല്പം. എൻ്റെ ഗുരുസ്ഥാനം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നവീകരണം വരുമ്പോൾ അവിടെ നന്നായിട്ട് അവിടെ പരിപാലിച്ചതിന് ശേഷമാണ് ഇവിടുത്തെ നവീകരണം നടത്താൻ എന്ന് പഴയ ജ്യോതിഷികൾ പറയുന്നതായിട്ട് കേൾക്കാം നമുക്ക്. അത് ആരൂഢ രൂപമാണ്. അപ്പോൾ ഈ വടക്കേടം ശിവക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ അതിനേക്കാൾ വലുപ്പത്തിൽ ഒരു വൈഷ്ണവ ക്ഷേത്രം പ്രതിഷ്ഠിക്കാനുള്ള സന്മനസ് എന്ന് പറയുന്നത് 2 വിശ്വാസങ്ങളുടെ സമന്വയമായിരുന്നു. ഉത്തരേന്ത്യയിൽ ശൈവമതവും വൈഷ്ണവമതവും പോരാടുകയും ദക്ഷിണാപഥത്തിലെത്തുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കാണാം, ദക്ഷിണാപഥത്തിലെത്തുമ്പോൾ ഇത് രണ്ടും കൂടി സമന്വയിച്ച് വിശാലമായ ഒരു മനസ്സ്, വിശാലമായ ഒരു മതസങ്കല്പം, വിശാലമായൊരു വിശ്വാസം നമ്മുടെ നാട്ടിൽ വളർന്നു വന്നു. അതുകൊണ്ട്
കേരളത്തിൽ നോക്കിയാൽ ശൈവക്ഷേത്രങ്ങളും വൈഷ്ണവ ക്ഷേത്രങ്ങളും ഇഷ്ടം പോലെ കാണാം നമുക്ക്. തിരുവമ്പാടി ശ്രീകൃഷ്ണനും പാറമേക്കാവിലെ അമ്മയും ഒന്നിച്ചു ചേരുന്നത് നമുക്കറിയാം. അവിടെ തൃശ്ശൂർ പൂരം നടക്കുന്നത് തൃശ്ശൂർ പൂരം നഗരമധ്യത്തിലുള്ള ശിവക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ്, തേക്കിൻകാട് മൈതാനത്താണ്. വലിയ ശിവക്ഷേത്രത്തിനെ സാക്ഷി നിർത്തി, ശിവനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് തിരുവമ്പാടിയിലെ കൃഷ്ണനും അതുപോലെ തന്നെ പാറമേക്കാവിലെ അമ്മയും രണ്ട് ഭാഗത്ത് നിന്ന് 15 ആനകളിൽ എഴുന്നള്ളിച്ച് വന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്ന എത്രയോ സഹസ്രം മനുഷ്യരവിടെ വന്ന് കൂടിച്ചേരുന്നത്. സാക്ഷി ആരാണ്? ശിവനാണ്. ഇപ്പം രണ്ട് മതങ്ങളുടെ സമന്വയം സാധ്യതമായതിൻ്റെ ഏറ്റവും മനോഹരമായ മുദ്രകളിലൊന്നാണ് തിരുവങ്ങാട്. വടക്കേടം ശിവക്ഷേത്രത്തിൻ്റെ ശിവൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ ഈ പെരുങ്കളം വയലിലെ കൃഷി മുഴുവൻ നശിച്ചുപോയി എന്നും അതിന് പരിഹാരമായിട്ട് എതിർവശത്ത് പരിഹാരമായിട്ട് മറ്റൊരു മാർഗവുമില്ല, ശിവൻ്റെ തൃക്കണ്ണ് ഏൽക്കുമ്പോൾ പരിഹാരം എന്താണ്? മറ്റൊരു ശിവനെ പ്രതിഷ്ഠിക്കുക. മുഖാമുഖം പാടില്ല എന്നാണ്, നേർവരയിൽ പാടില്ല. അതുകൊണ്ട് നേർവരയിൽ നിന്ന് ഒന്ന് തെറ്റിച്ചിട്ട് മറ്റൊരു ശിവക്ഷേത്രം പണിതു വെച്ചു. 2 ശിവക്ഷേത്രം മുഖാമുഖം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ എവിടെയും ഉണ്ട്. അപ്പോൾ 3 ക്ഷേത്രങ്ങളുടെ ഒരു സങ്കേതമാണ് ഈ 6 ഏക്കറിൽ നമുക്കുള്ളത്. വലിയ ഐതിഹ്യങ്ങളുടെ എത്രമാത്രം ഐതിഹ്യങ്ങളാണ് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ളത്. ഐതിഹ്യങ്ങളെപ്പോലെ തന്നെ ഐതിഹ്യം കേട്ടുകേൾവിയാണ്. എന്നാൽ നമുക്കിതിൻ്റെ രാഷ്ട്രീയ ചരിത്രമുണ്ട് കൃത്യമായിട്ട്. നമുക്കറിയാം ഈ യൂറോപ്യന്മാരുടെ കടന്നുവരവ്. പോർച്ചുഗീസുകാരാണ് ആദ്യം കടന്നു വന്നത്. പോർച്ചുഗീസുകാർ കടന്നു വന്നപ്പോൾ സാമൂതിരി രാജാവ് വസ്കോഡിഗാമ വന്നപ്പോൾ അവിടെ സ്ഥാനം കൊടുത്തില്ല. കോലത്തിരി രാജാവാണ് സ്ഥാനം കൊടുത്തതും കച്ചവടാനുമതി നൽകിയതും. ആദ്യം വാസ്കോഡിഗാമയ്ക്ക് കച്ചവടാനുമതി നൽകിയത് കോലത്തിരി രാജാവാണ്. കോലത്തിരി രാജാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജാവ്, വടക്കൻ കേരളത്തിൻ്റെ രാജാവ്, കോലത്ത് നാട്ടിൻ്റെ രാജാവ്. അവരുടെ ആദ്യകാല അതിര് കുമ്പള മുതൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ വരെയാണ്. പിന്നീട് അതിരിലൊരു മാറ്റം വന്നു. ചന്ദ്രഗിരിപ്പുഴ മുതൽ, കാസർഗോഡ് ചന്ദ്രഗിരിപ്പുഴ മുതൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ വരെ വരുന്ന പ്രദേശമാണ് കോലത്ത് നാട്. അവിടെ ഭരിച്ച രാജാക്കന്മാരെ കോലത്തിരിമാരെന്ന് വിളിച്ചു. ഏഴിമല രാജവംശമാണ് കോലത്ത് നാടായി കോലത്തിരിമാരായിട്ട് മാറിയത്. അവർ മാടായി പാറയുടെ മേലെ ജീവിച്ച കാലത്ത്, അവിടെ കൊട്ടാരം കെട്ടി ജീവിച്ച കാലത്ത്, മാടായിപ്പാറയിൽ അവരുടെ കൊട്ടാരമുണ്ടായിരുന്നു. അവരുടെ കുലദേവതയെ അവിടെ പ്രതിഷ്ഠിച്ചു. അതാണ് മാടായിക്കാവിലമ്മ, തിരുവർകാട്ട് ഭഗവതി. പഴയങ്ങാടിക്കടുത്ത്, ഇന്നത്തെ പഴയങ്ങാടിക്കടുത്തുള്ള മാടായി എന്ന് പറയുന്ന, മാരാഹി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. സംസ്കൃതനാമം മാരാഹി എന്നാണ്. വിചിത്രമായ രേഖയും കാണാം, മറേബിയ എന്ന് കാണാം. എന്താ കാരണം എന്നറിയോ? ഏറ്റവും അധികം അറബ്സ് വന്ന സ്ഥലമാണത്. ജൂതന്മാരുണ്ടായിരുന്നു അവിടെ. സാധാ ജൂതന്മാരല്ല, ബ്ലാക്ക് ജ്യൂസ്. അത്ഭുതം തോന്നും നമുക്ക്. ക്രിസ്തുവിന് മുൻപ് ബ്ലാക്ക് ജ്യൂസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് മാടായി. അവിടെ ഏഴിമല രാജവംശം അവിടത്തേക്ക് വരികയും അവിടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. അവരുടെ തിരുവർകാട്ടിലമ്മ എന്ന് പറയുന്ന ഉത്തര കേരളത്തിൻ്റെ അമ്മയെ അവിടെ പ്രതിഷ്ഠിച്ചു. ഇന്ന് മാടായിക്കാവിലമ്മ എന്ന് നമ്മൾ അറിയുന്നു. അവിടുന്ന് ചിറക്കലിലേക്ക് വന്നു, കണ്ണൂരിലേക്ക്. അവർ ചിറക്കലിൽ കൊട്ടാരം കെട്ടിയ കാലത്ത് അവരുടെ പേര് ചിറക്കൽ രാജവംശം എന്നായി മാറി. കോലത്തിരി രാജാക്കന്മാരും ചിറക്കൽ രാജാക്കന്മാരും ഒന്ന് തന്നെ. കോലത്ത് നാടെന്നാണ് പറയുക. ഭരണ സൗകര്യാർത്ഥം കോലത്തിരി ഒരു കാര്യം ചെയ്തു. തൻ്റെ ഏറ്റവും അടുത്ത അനുജനെ വടക്കളങ്കൂർ എന്നും, ഒരനുജന് ഈ അരിയിട്ട് വാഴ്ച സമയത്ത് ഒരാളുടെ മടിയിൽ കൈവെക്കും, പിന്നീട് മറ്റേ ഇടതു കൈ മറ്റൊരു അനുജൻ്റെ കയ്യിലും. ഇവർക്ക് എളങ്കൂർ സ്ഥാനം കൊടുത്തു. വടക്കളങ്കൂറും തെക്കളങ്കൂറും. ഒരു ഭാഗം ഭരിക്കാൻ വടക്കളങ്കൂർ, ഒരു ഭാഗം ഭരിക്കാൻ തെക്കളങ്കൂർ. രാജാവ് ചിറക്കലിലിരിക്കൂ. നീലേശ്വരത്ത് സാമന്തന്മാരുണ്ടായി. നീലേശ്വര രാജവംശം, അതിന് അള്ളട നാട് എന്ന് വിളിക്കും. അത് ചിറക്കലിൻ്റെ ഒരു ഭാഗം. വടകര പ്രദേശം മറ്റൊരു രാജാവിന് കൊടുത്തു. അവരുടെ സാമന്തന്മാർ തന്നെയാണ്. ഇതൊക്കെ മരുമക്കളൊക്കെ ആയിരിക്കും. അത് വടകര വാഴുന്നവരായി. കടത്തനാട്ട് രാജവംശമായി.
ഇപ്പം കടത്തനാട്ട് രാജവംശം, നീലേശ്വര രാജവംശം, ചിറക്കൽ രാജവംശം മൂന്നും ഒരു രാജവംശത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് മറ്റൊരു രാജവംശം ഉണ്ടായി, അതിൻ്റെ പേര് കോട്ടയം രാജവംശം എന്നാണ്. കോട്ടയം രാജാക്കന്മാർ ആദ്യം വന്നിട്ട് പുരളിമലയിലാണ് സ്ഥാനം ഉറപ്പിക്കുന്നത്. പുരളിമലയിൽ ശിവക്ഷേത്രം പണിത് അവിടെ സ്ഥാനം ഉറപ്പിക്കുക. പിന്നെ താഴെ വന്നു പേരാവൂരിനടുത്ത മുഴക്കുന്നിൽ അവിടെ സ്ഥാനം ഉറപ്പിച്ചു. അവരുടെ കുലദേവതയെ പ്രതിഷ്ഠിച്ചു. അവരുടെ കുലദേവത ശ്രീപൂർക്കില്ല. കൊങ്ങ് രാജാക്കന്മാരായി ഇവർ. അവർ ശ്രീപൂർക്കലിയെ പ്രതിഷ്ഠിച്ചു മുഴക്കുന്നിൽ. അതിൻ്റെ പേര് മിഴാക്കുന്ന് എന്നാണ്. മുഴ എന്നും മിഴാവ് എന്നും പറഞ്ഞാൽ മൃദംഗം എന്നാണ് അർത്ഥം. മൃദംഗം പോലുള്ള ഒരു സംഗീതോപകരണം. ആ കുന്നിൻ്റെ ആകൃതി അതാണ്, മിഴാവിൻ്റെ ആകൃതിയാണ്. അത് മുഴക്കുന്നായി. മുഴക്കുന്ന് ക്ഷേത്രവും നമ്മുടെ ക്ഷേത്രവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കോട്ടയം രാജാക്കന്മാരുടെ അവർ ആ മുഴക്കുന്ന ക്ഷേത്രത്തിൻ്റെ 3 ഭാഗത്ത് 3 കൊട്ടാരം പണിത് താമസിച്ചു. പിന്നെ അവരവിടെ നിന്ന് അംഗങ്ങൾ കൂടിയപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് മാറി. അമ്പലത്തിൻ്റെ 3 ഭാഗത്ത്, തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ഉണ്ടായിരുന്ന 3 വീടുകൾ അംഗസംഖ്യ കൂടിയിട്ട് 3 കൊട്ടാരങ്ങളായിട്ട് അങ്ങോട്ട് വളർന്നു. ഇവർ വളരുന്നപ്പോന്നറിയോ, ചിറക്കൽ രാജാവ് ഒരു യുദ്ധത്തെപ്പെട്ടു. പരാജയപ്പെടാൻ പോകുമ്പോൾ ഒരു രക്ഷയില്ല. ചിറക്കൽ രാജാക്കന്മാർ ക്ഷത്രിയരല്ല. ഒരു രക്ഷയില്ലാണ്ട് നിൽക്കുമ്പോൾ ഈ പുരളിമലയിൽ വന്ന് താമസമാക്കിയ മനുഷ്യരോട് സഹായം തേടി. അവർ വില്ലാളി വീരന്മാരാണ്. അവർ വന്ന് സഹായിച്ച് ചിറക്കൽ രാജാവിനെ രക്ഷിച്ചു. പകരം വയനാട് മുതൽ നമ്മുടെ ഈ പ്രദേശം ഉൾപ്പെടെയുള്ള സ്ഥലം മുഴുവൻ അവർക്ക് അവരെ ഭരണാധിപന്മാരാക്കി മാറ്റി ദാനം ചെയ്തു. അതാണ് കോട്ടയം രാജവംശം. അപ്പോൾ അവർ ആസ്ഥാനം കൂത്തുപറമ്പ് കോട്ടയത്തേക്ക് മാറ്റി. 2 വീട്ടുകാർ കൂത്തുപറമ്പ് കോട്ടയത്തും വന്നു, ഒരു വീട്ടുകാർ പഴശ്ശിയിലും പോയി താമസിച്ചു. പടിഞ്ഞാറുണ്ടായിരുന്ന വീട്ടുകാരാണ് പഴശ്ശിയിൽ പോയി താമസിച്ചത്. അത് പിന്നീട് പടിഞ്ഞാറേ കോവിലകായി. അവിടെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വീരകേരളവർമ്മ പഴശ്ശി രാജാവ് ജനിച്ചത്. അതുകൊണ്ട് അദ്ദേഹം അറിയപ്പെടുന്നത് പഴശ്ശി രാജാവ് എന്നാണ്. കഥകളിയെ ഇന്ന് കാണുന്ന കഥകളിയാക്കി മാറ്റിയത്, നമ്മൾ ഇന്ന് കാണുന്ന കഥകളിയുടെ പൂർവ്വരൂപം മുഖത്ത് പൊയ്മുഖമൊക്കെ വെച്ച് കെട്ടിയ ഒരു വികൃതമായ കലാരൂപമായിട്ടാണ് കൊട്ടാരക്കര തമ്പുരാൻ ഇതിനെ സംവിധാനം ചെയ്തത്. രാമനാട്ടം എന്ന പേര്. ഈ രാമനാട്ടത്തെ മാറ്റിയിട്ട് ഇന്ന് കാണുന്ന ക്ലാസിക്കൽ കഥകളിയാക്കി മാറ്റിയത്, കഥകളിയുടെ സൗഭാഗ്യം മുഴുവൻ ഉണ്ടാക്കിയത് കോട്ടയം തമ്പുരാനാണ്. അത് കൂത്തുപറമ്പ് കോട്ടയത്തെ തമ്പുരാനാണ്. കൃമീരവധം, കാലകേയവധം, ഭഗവധം, കല്യാണ സൗഗന്ധികം 4 കഥകളാണ്. നമ്മുടെ ഈ സ്റ്റേജ് 4 കഥകളും പലപ്പോഴും ആടിയിട്ടുണ്ട്. കോട്ടയം തമ്പുരാൻ്റെ 4 കഥകൾ, അതിനൊരു പേര് തന്നെയുണ്ട്. കഥകളിയുടെ ആട്ടപ്രകാരത്തിൽ അതിന് ഈ പണ്ഡിതന്മാർ നൽകിയൊരു പേരെന്താണെന്നറിയോ? കോട്ടമില്ലാത്ത കോട്ടയം കഥകൾ എന്നാണ്. ഒരു കോട്ടവും ഇല്ലാത്ത 4 കോട്ടയം കഥകൾ. ആ കോട്ടയം നമ്മുടെ കൂത്തുപറമ്പ് കോട്ടയത്തു നിന്നാണത് ജനിക്കുന്നത്. കൂത്തുപറമ്പ് എന്ന പേര് പോലും ജനിച്ചത് അതാണ്. സാധാ കൂത്തല്ല, ചാക്യാർ കൂത്തിൽ പറക്കും കൂത്തെന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതിൽ വളരെ ഉയരത്തിൽ നിന്ന് ഗരുഡ രൂപത്തിൽ പറന്നു വരണം. ജീമൂതവാഹൻ്റെ കഥയാണ്. ചരട് കെട്ടിയിട്ട് ആകാശത്തിൽ കൂടി ചാക്യാർ ഗരുഡനെ പോലെ പറന്നു വന്നിറങ്ങണം. അത് കൂത്തമ്പലത്തിൽ നടത്താൻ പറ്റില്ല, മൈതാനത്തെ നടത്താൻ പറ്റുള്ളൂ. അത് നടത്തിയ മൈതാനാണ് ഇന്നത്തെ കൂത്തുപറമ്പ്. ഇതൊക്കെ ചരിത്രത്തിൽ കൃത്യമായ രേഖകളുള്ളതാണ്. അപ്പോൾ ഈ കോട്ടയം തമ്പുരാൻ്റെ പഴശ്ശിയിൽ നിന്ന് അവർ മുഴക്കുന്നിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്നു. കോട്ടയം തമ്പുരാനും ചിറക്കൽ രാജാവ് നൽകിയതുകൊണ്ട് ഇവിടെ കോട്ടയം രാജവംശമായി. തലശ്ശേരി വരെ, തലശ്ശേരിയുടെ പഴയ പേര് തലശ്ശേരി താലൂക്കല്ല, കോട്ടയം താലൂക്ക് എന്നാണ്. ഇവിടുത്തെ താലൂക്ക് കച്ചേരിയുടെ പേര് ഇരുവഴിനാട് താലൂക്ക് കച്ചേരി എന്നാണ്. ഇരുവഴിനാട് കച്ചേരി എന്നാണ്. കാരണം ഭരണ സൗകര്യത്തിന് 2 ഭാഗമാക്കിയിട്ടുണ്ട്, ഇരുവഴിനാടെന്നും പുഴനാടെന്നും. രണ്ടിനും ഭരണാധിപന്മാരായിട്ട് കുറേ പേരെ നിയോഗിച്ചിട്ടുണ്ട്. ഒന്നിൽ 2 തറ അച്ഛന്മാർ, മറ്റതിൽ 6 നമ്പ്യാർ കുടുംബങ്ങളും 1 നായർ കുടുംബവും. ആ നായർ കുടുംബം കുറുങ്ങോട്ട് നായർ. തലശ്ശേരി തിരുവങ്ങാട് അടക്കമുള്ള ഭരണം നിർവഹിച്ചത് കുറുങ്ങോട്ട് നായരാണ്. അതിവീരനായിരുന്നു ഈ മനുഷ്യൻ. ഇപ്പം കുറുങ്ങോട്ട് നായന്മാർക്ക് ഒരാൾക്കും ഈ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല. അതിനൊരു കഥയുണ്ട്, ഒരു സംഭവമുണ്ട്. അതിന് കഥയല്ല,
ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ ഈ കുറുങ്ങോട്ടിടം എന്ന് പറയുന്ന സ്ഥലം, അത് ശരിക്കും കുറുങ്ങോട്ടിടം അവരുടെ രാജാക്കന്മാരുടെ ആസ്ഥാനം പുന്നൂലിലായിരുന്നു. പുന്നൂലിൽ കൊട്ടാരമുണ്ടായിരുന്നു. ഈ കോട്ടയം രാജവംശത്തിന്, കോട്ടയ രാജവംശം, ചിറക്കൽ രാജവംശം, കടത്തനാട്ട് രാജവംശം, ഈ 3 രാജാക്കന്മാരുടെയും സംഗമസ്ഥാനം തിരുവങ്ങാട് ക്ഷേത്ര, ഇവരുടെ ഗ്രാമക്ഷേത്രമാണിത്. ഇപ്പം നമ്മുടെ ഒരു ക്ഷേത്രത്തിൻ്റെ അതിര് ചെറുതല്ല കേട്ടോ. കോട്ടയ രാജാവിൻ്റെയും ചിറക്കൽ രാജാവിൻ്റെയും കടത്തനാട്ട് തമ്പുരാക്കന്മാരുടെയും സംഗമസ്ഥാനം. അതുകൊണ്ട് അതിൻ്റെ ലക്ഷണം ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടുത്തെ പഴയ ക്ഷേത്രം ജീവനക്കാരെ, കഴകക്കാരെ, ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നവരെ മുഴുവൻ നോക്കിയാൽ നമുക്ക് കാണാം, ഇവർ ഓരോരാളും ഈ 3 തട്ടകത്തിൽ നിന്ന് വന്നവരാ. ഇവിടെ ഊരാളന്മാരായിരിക്കുന്ന മനുഷ്യർ, ക്ഷേത്രഭരണം നിർവഹിക്കാൻ ഊരാളന്മാരെന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥ വിഭാഗത്തെ ആ കാലഘട്ടത്തിൽ രാജാക്കന്മാർ നിയോഗിച്ചിട്ടുണ്ട്. ചിറക്കൽ രാജാവിൻ്റെ തട്ടകത്തിൽ മുഴുവൻ ക്ഷേത്രഭരണം നിർവഹിച്ചവരുടെ പേര് തങ്ങൾമാരെന്നാണ്, തവങ്ങൾ എന്നാണ്. തവങ്ങൾ ലോപിച്ചിട്ട് തങ്ങളായതാ, മുസ്ലിം തങ്ങളല്ല. തങ്ങൾമാരെന്ന് പറഞ്ഞാൽ നമ്പൂതിരിമാരാണ്. പക്ഷെ ഇവരുടെ ജോലി ആയുധവിദ്യ പഠിപ്പിക്കുക. ഒന്നാന്തര അഭ്യാസികളാണ്. കളരി ആയോധനം പരിശീലിച്ചവരാ. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് കുഴിക്കളരി ഉണ്ടായിരുന്നു. ആയുധവിദ്യ പരിശീലിച്ചവരാണ്. ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ സൈന്യത്തെ പരിശീലിപ്പിക്കുക. ഇന്നത്തെ പോലെ സൈന്യത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, വാഹനങ്ങളില്ല. അതുകൊണ്ട് ഓരോ പ്രദേശത്തെയും സൈന്യത്തെ താമസിപ്പിക്കുകയും അവിടെ പരിശീലിപ്പിച്ച്, അവിടെ കളരികൾ നിർമ്മിച്ച് പരിശീലിപ്പിച്ച് അവരെ പോറ്റുക. അതിനു വേണ്ടുന്ന ഭക്ഷണം വേണം. ഭൂമി മുഴുവൻ ബ്രഹ്മസ്വത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും രാജാവിൻ്റെ അല്ല. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവൻ, വരുമാനത്തിൻ്റെ ഒരു ഭാഗം രാജാവിന് ഉപയോഗിക്കാം. ക്ഷേത്രത്തിൻ്റെ സ്ഥലമായതുകൊണ്ട് ക്ഷേത്രത്തിന് ഉപയോഗിക്കാം. ഒരംശം സൈനിക പരിശീലനത്തിനും സൈന്യത്തെ പോറ്റാനും ഉപയോഗിക്കാം. ബാക്കി ഒരംശം രാജാവിന് എത്തിക്കണം. ഇങ്ങനെയാണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു എക്കണോമിക്സ് ഉണ്ടായിരുന്നു അതിന്. ഇവിടെ നമ്മുടെ ഈ മഹാക്ഷേത്രമായതുകൊണ്ട് ഏതെങ്കിലും ഒരു തങ്ങളെയല്ല ഭരണം ഏൽപ്പിച്ച്. ഇവിടെ 4 തങ്ങൾമാരാണ്. പൊന്യത്ത് തങ്ങൾ, ചാത്തോത്ത് തങ്ങൾ, കമ്പറ്റി തങ്ങൾ, മൂന്നാമത്തെ ആള് പുറവളിത്തങ്ങൾ എന്നും കാണുന്നുണ്ട്, വളൂർ തങ്ങൾ എന്നും കാണുന്നുണ്ട്. ചാത്തോത്ത് തങ്ങളുടെ ഒരു രേഖയിൽ ചാലോൽ തങ്ങൾ എന്ന് മാറ്റിയതായിട്ട് കാണുന്നുണ്ട്. ചാത്തോത്ത് എന്ന് പറയുന്ന തങ്ങൾമാർ താമസിച്ച വീട് നമ്മുടെ ടെലി ഹോസ്പിറ്റലിനടുത്താണ്. പൊന്യത്ത് തങ്ങൾ താമസിച്ചത് പൊന്യത്താണ്. അവിടെ നിന്നാണ് നമ്മുടെ ഉത്സവകാലത്ത് ഒരു അടിയറ വരുന്നത് അവരുടെ ക്ഷേത്രത്തിൽ നിന്ന്. പൊന്യത്ത് തങ്ങളുടെ കളരി ക്ഷേത്രമാണത്. അവിടുത്തെ ദേവത വളരെ പ്രത്യേകതയുള്ള ദേവതയാണ്. അവിടുത്തെ ദേവതയുടെ പേര് വൈരിഘാതുകൻ എന്ന, വൈരിജാതൻ എന്നും വിളിക്കും. വൈരിയെ നിഗ്രഹിക്കാനായിട്ട് ജനിച്ചവൻ വീരഭദ്രനാണ്. ശിവന്റെ തലയിൽ നിന്ന് ദക്ഷയാഗ സമയത്ത് പുറത്തേക്ക് വന്ന വൈരിജാതനാണ് അവിടുത്തെ പ്രതിഷ്ഠ. പൊന്യത്ത് തങ്ങൾ അവിടെ കളരി നടത്തി, സൈന്യത്തെ പരിശീലിപ്പിച്ചു. പൊന്യത്ത് തങ്ങൾക്ക് കളരി ആയോധനത്തിൻ്റെ അധികാരം കൊടുത്ത കോട്ടയം നമ്പൂരാനാണ്. ചാത്തോത്ത് തങ്ങൾക്ക് അധികാരം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ ചിറക്കത്തമ്പുരാനാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ചിറക്കത്തമ്പുരാൻ്റെ തങ്ങൾ വരുന്നു, കോട്ടയം നമ്പൂരാൻ്റെ തങ്ങൾ വരുന്നു. 4 തങ്ങൾമാർ 4 സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഇവിടെ സ്ഥാനം ഉറപ്പിക്കുക. കമ്പറ്റി തങ്ങളും പൊറോളി തങ്ങളും പിന്നീട് എവിടുന്നാണെന്നറിയില്ല. ചരിത്രത്തിൻ്റെ ഏതോ ഒരു സന്ധിയിൽ, ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അവർ അപ്രത്യക്ഷമായി. പിന്നീട് ഇതിൻ്റെ ഭരണം നിർവഹിച്ചത് ചാത്തോത്ത് തങ്ങളും പൊന്യത്ത് തങ്ങളുമാണ്. ഇതിൻ്റെ കൃത്യമായ രേഖ മുഴുവനുണ്ട് കോടതി കയറി ഇറങ്ങിയതിൻ്റെ. ഹൈക്കോടതി വരെ പോയിട്ടുണ്ട് ഈ 2 മനുഷ്യരും. 1817 തോന്നുന്നു ഈ ചാത്തോത്ത് തങ്ങൾ അന്നത്തെ 1600കളിൽ ചാത്തോത്ത് തങ്ങളെ 1749 അന്നത്തെ
ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന തോമസ് ബാഫീൽഡിന് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. 1749 ഈ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളാണ്. എന്താണെന്നറിയോ ക്ഷേത്രത്തെ പണയം വെക്കുന്നത്? നമുക്ക് അത്ഭുതം തോന്നുന്നു. നമ്മുടെ ക്ഷേത്രത്തെ പണയം വെച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്ക്. കുനിത്തല ക്ഷേത്രം, തിരുവങ്ങാട് ക്ഷേത്രം, അതുപോലെ തന്നെ മുഴപ്പിലങ്ങാട് ക്ഷേത്രം, 3 ക്ഷേത്രം ബ്രിട്ടീഷുകാർക്ക് പണയം വെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കൈവശമായിരുന്നു 80,000-ഓളം അന്നത്തെ രൂപ. അത് കൊടുക്കാനുണ്ടായിട്ട് ചിറക്കൽ രാജാവ് ഇത് പണയം വെക്കാൻ പറയുന്നു. ഇത് ചാത്തോത്ത് തങ്ങളാണ് അന്ന് തിരുവങ്ങാട് ക്ഷേത്രത്തിന് വേണ്ടി പണയാധാരം എഴുതിയത്, തോമസ് ബാഫീൽഡിന് നൽകുന്നത്. പിന്നീട് ഇത് തിരിച്ചെടുത്തോന്ന് ആർക്കും അറിയില്ല. കാരണം സായിപ്പ് കയ്യിൽ കിട്ടിയാൽ പിന്നെ തിരിച്ചു കൊടുക്കില്ല. കൊടുക്കാത്തതിൻ്റെ രേഖയുണ്ട്. 1812 ചിറക്കൽ രാജാവ് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഒരു നിവേദനം കൊടുത്തു, ഇത് ഞങ്ങളുടെ ക്ഷേത്രമാണ്, ഞങ്ങൾക്ക് തിരിച്ചു തരണം. അന്നത്തെ വെസ്റ്റേൺ പ്രൊവിൻഷ്യൽ സർക്യൂട്ട് കോർട്ട് എന്ന് പറയുന്ന ഒരു കോടതിയുണ്ട് തലശ്ശേരിയിൽ. ആ കോടതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബോംബെ മുതൽ കന്യാകുമാരി വരെയുള്ള അപ്പീൽ കോർട്ടാണത്. ബോംബെയിൽ നിന്ന് നമ്മൾ ഇന്ന് എറണാകുളത്ത് ഹൈക്കോടതിയിൽ പോകുന്ന പോലെ അപ്പീൽ കൊടുക്കണമെങ്കിൽ ബോംബെയിലുള്ളവർ തലശ്ശേരിയിൽ വരണം. വെസ്റ്റേൺ പ്രൊവിൻഷ്യൽ സർക്യൂട്ട് കോർട്ട് എന്നാണ് മലബാറിലെ ആദ്യത്തെ കോടതിയാണ്. ആ കോടതിയിൽ തിരുവങ്ങാട് ക്ഷേത്രം തിരിച്ചു തരണം എന്ന് പറഞ്ഞ് എൻ്റെ അധികാരമാണ്, എൻ്റെ ക്ഷേത്രമെന്ന് പറഞ്ഞ് ചിറക്കൽ രാജാവ് കൊടുക്കുന്നുണ്ട്. അതിനു മുൻപേ കോട്ടയം രാജാവ് പറയുന്നുണ്ട് ഇത് എൻ്റെ ക്ഷേത്രമാണ്, തള്ളിക്കളഞ്ഞു. 1812 ഈ മനുഷ്യൻ കൊടുത്തപ്പോഴും ചിറക്കൽ രാജാവ് കൊടുത്തപ്പോഴും തള്ളിക്കളഞ്ഞു. തള്ളിയത് ആരാ? ജഡ്ജി എന്നറിയോ? TH ബാബർ, തോമസ് ഹാവേ ബാബർ. പഴശ്ശിയെ നിഗ്രഹിക്കാനായിട്ട് പഴശ്ശിയോട് പോരാടി 1800 ഈ പെരിയ യുദ്ധത്തിൽ ഒരൊറ്റ ദിവസം 1000 ബ്രിട്ടീഷുകാരെ നഷ്ടമായി. അവർക്ക് പടയാളികളെ, തോക്കുള്ള പടയാളികളെ നഷ്ടമായി പെരിയ യുദ്ധത്തിൽ പഴശ്ശിയോട്. കാരണം കുറിച്യ പടയാളികളുടെ ഗറില്ല വാറിൽ ഒരു രക്ഷയില്ല. പിന്നെ ആർതർ വെല്ലസ്ലിയെ കൊണ്ടുവരുന്നു, യുദ്ധവീരൻ. ആർതർ വെല്ലസ്ലി പഴശ്ശിക്കെതിരെ യുദ്ധം ചെയ്തില്ല. അദ്ദേഹം പഴശ്ശി യുദ്ധങ്ങൾ സൂത്രം വളരെ സമർത്ഥമായിട്ട് യുദ്ധതന്ത്രജ്ഞൻ എന്നുള്ള തരത്തിൽ പഠിക്കുകയും അദ്ദേഹം രേഖകൾ എഴുതിയുണ്ടാക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് പഴശ്ശിയോട് യുദ്ധം ചെയ്യാൻ വില്ലാളി വീരന്മാരല്ല വേണ്ടത്, പടനായകന്മാരല്ല വേണ്ടത്, തന്ത്രപൂർവം പഴശ്ശിയിൽ നിന്ന് ജനങ്ങളെ അടർത്തിയെടുക്കണം. പഴശ്ശി അത്രയും സ്നേഹസമ്പന്നനായ മനുഷ്യനാണ്. ചാരന്മാരെ ഉണ്ടാക്കണം, അതിനു പറ്റിയ വിദഗ്ധരാണ് വേണ്ടത്, യുദ്ധവീരന്മാരല്ലാതെ. ആർതർ വെല്ലസ്ലി തിരിച്ചു പോവാണ് ചെയ്തത്. വെല്ലസ്ലിയുടെ ചരിത്രത്തിൽ വിചിത്രമായൊരു കാര്യം, 1800 പഴശ്ശിയെ നിഗ്രഹിക്കാനായിട്ട് വന്നിട്ട് ഈ മനുഷ്യനാണ് തലശ്ശേരിയിൽ ക്രിക്കറ്റ് കൊണ്ടുവന്നത്. പഴശ്ശിയെ നിഗ്രഹിക്കുകയല്ല, അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുകയാണ് ചെയ്ത്. അതിശയോക്തിയല്ല പറയുന്നത്. ഈ ആർതർ വെല്ലസ്ലി പിന്നീട് നെപ്പോളിയനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച തന്ത്രം മുഴുവൻ പഴശ്ശിയുടെ യുദ്ധതന്ത്രങ്ങളാണ്. ഇത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. നെപ്പോളിയനെ തോൽപ്പിച്ച ആർതർ വെല്ലസ്ലി ലോകപ്രശസ്തനായി. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ യുദ്ധതന്ത്രങ്ങൾ പഴശ്ശിയുടെ യുദ്ധതന്ത്രങ്ങളാണ്. ആ വെല്ലസ്ലി പോയതിന് ശേഷം TH ബാബർ വരുന്നു. ഇദ്ദേഹമാണ് പഴശ്ശി നിഗ്രഹം നടത്തിയതായിട്ട് പറയുന്നത്. പഴശ്ശി എന്ന സിനിമയിലും നിങ്ങൾക്ക് കാണാം. പക്ഷേ സത്യമല്ലത്. ആരാണ് പഴശ്ശിയെ കൊന്നത് എന്ന് ചരിത്രപരമായിട്ട് കൃത്യമായ ഒരു രേഖയില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തോ കൊല ചെയ്യപ്പെട്ടോ എന്ന് കൃത്യമായ രേഖയില്ല. ആത്മഹത്യ ചെയ്യാനാണ് ഏറ്റവും അധികം സാധ്യത. ഡയമണ്ട് വിഴുങ്ങിയിട്ടൊന്നുമല്ല, വൈരം വിഴുങ്ങിയ ഒരു മനുഷ്യൻ മരിക്കില്ല. പഴയ കഥയിൽ പറയുന്നത് പോലെ വൈരമോതിരം വിഴുങ്ങിയിട്ടൊന്നും അദ്ദേഹം മരിച്ചിട്ടില്ല. അത് സയനൈഡ് ഇല്ല. ഡയമണ്ട് വിഴുങ്ങിയാൽ കുറേ ദിവസങ്ങളെടുക്കും. ഉള്ളിൽ മുറിവുണ്ടാകാൻ, ഇൻറ്റേർണൽ വൂണ്ടുണ്ടായി രക്തം ഛർദ്ദിച്ച് ഒരു മനുഷ്യൻ മരണപ്പെടണമെങ്കിൽ അനേകം ദിവസങ്ങളെടുക്കും. പക്ഷെ അദ്ദേഹം സ്വന്തം കഠാര കഴുത്തിലിറക്കി ആത്മഹത്യ ചെയ്യുക എന്നാണ് വയനാട്ടിൽ മാവിലാൻ തോട്ടിൻ്റെ കരയിൽ വെച്ച് ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് കൂടെയുണ്ടായിരുന്ന മുള്ളുക്കുറുമരുടെ പിൻഗാമികൾ പാടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പൂർവികർ വിദ്യാഭ്യാസം കിട്ടിയവരല്ല, ഇന്നും വിദ്യാഭ്യാസം കിട്ടാത്തൊരു വിഭാഗം. തങ്ങളുടെ പൂർവികർ പാടിയ വീരഗാനങ്ങളാണ് അവരും പാടുന്നത്. പഴശ്ശി കഠാര കൊണ്ട് സ്വന്തം കഴുത്തിൽ കുത്തിയുന്ന ശരിയായിരിക്കും. പഴശ്ശിയെക്കുറിച്ച് ബ്രിട്ടീഷുകാർ തന്നെ വിവരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ രൂപം. ആ രൂപത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? കുറിയ മനുഷ്യനാണ്, കറുത്തിട്ടാണ്,
കണ്ടാൽ ആൾക്കുരങ്ങിനെ പോലെ ഇരിക്കും. അത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ കുറിച്ച് മുഴുവൻ പറയുന്ന വാക്കാണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞു, കണ്ണ് തീക്ഷ്ണമാണ്. ഈ മനുഷ്യൻ എന്തുമാത്രം ജനങ്ങളെ കയ്യിലെടുക്കുന്നു. മുഖം നോക്കി ഈ മനുഷ്യനെ വായിക്കാൻ പറ്റില്ല. ഇതുപോലെ 10 പേർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പണ്ടേ ഇവിടുന്ന് നാട് വിടേണ്ടി വരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, 24 മണിക്കൂറും കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് ഒരു കഠാര. എന്തിനാ രാജാവിന് കഠാര? ഒരു രാജാവിന് 2 വാളാണ്, പടവാളും ഉടവാളും. പടവാള് ക്ഷേത്രത്തിലാണ് വെക്കുക, യുദ്ധം വരുമ്പോഴാണ് അത് കയ്യിലെന്തുക. ഉടവാൾ എന്താണ്? അത് ശരീരത്തോട് ചേർന്ന്, ഉടലിനോട് ചേർന്ന് സൂക്ഷിക്കാനുള്ളതാണ്. അത് ആത്മരക്ഷയ്ക്കുള്ളതാണ്. നമ്മുടെ സ്മൃതികളിൽ പറയുന്നു, എന്തിനാണ് ഉടവാളിൻ്റെ ആവശ്യം ഒരു രാജാവിന്? വാള് നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ, വാളില്ലാത്ത സന്ദർഭത്തിൽ ആത്മരക്ഷയ്ക്ക് ഉപയോഗിക്കാം. അടിവരയിട്ട് പറയുന്നുണ്ട് മറ്റൊരു കാര്യം, ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കാൻ. ആത്മരക്ഷ മാത്രമല്ല, ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കാൻ. 24 മണിക്കൂറും അല്പം സ്വർണം കെട്ടിയ ഒരു കഠാര കൂടെ കൊണ്ട് നടക്കുന്ന പഴശ്ശി ബ്രിട്ടീഷുകാരന് പിടികൊടുത്തിരിക്കുമോ? പിന്നെ ടി.എച്ച്. ബാബർ താൻ കൊന്നു എന്ന് അവകാശപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? പഴശ്ശിയുടെ തലക്ക് വില പറഞ്ഞിരുന്നു. ഇന്നത്തെ കണക്കാണെങ്കിൽ എത്രയോ 1000 കോടി വരുന്ന ആ പണം മുഴുവൻ ടി.എച്ച്. ബാബർക്കാണ് കിട്ടിയത്. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല, കാരണം ആ ചരിത്രം പറയണമെങ്കിൽ അരമണിക്കൂർ വേണ്ടി വരും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ടി.എച്ച്. ബാബറെ സഹായിച്ചൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനിവിടെ പ്രസക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കണാരമേനോൻ. പഴശ്ശി പറയുന്നുണ്ട്, താൻ എന്നെ തുടരുത് കണാരമേനോനോട്, താൻ മ്ലേച്ഛനാണ്. ഇദ്ദേഹം മേനോനാണ്, പിന്നെ എങ്ങനെയാണ് മ്ലേച്ഛനാകിയ ജാതിയിൽ? ബ്രിട്ടീഷുകാരൻ്റെ ബ്രിട്ടീഷുകാരൻ്റെ ചോറ് തിന്നുന്ന നീ മ്ലേച്ഛനാണെന്നാ. നീ എന്നെ തുടരുത്, അശുദ്ധാക്കരുതെന്നാണ് പഴശ്ശി പറഞ്ഞത്. ഈ കണാരമേനോൻ, അദ്ദേഹത്തിൻ്റെ പേര് കൽപ്പള്ളി കണാരമേനോൻ എന്നാണ്. കോഴിക്കോട് രാമനാട്ടുകരയിലായിരുന്നു കൽപ്പള്ളി വീട്. പക്ഷെ നമുക്കെന്താ ബന്ധം എന്നറിയോ? വയനാട്ട് മാവിലാന്തോട്ടിൻ്റെ കരയിൽ വെച്ച് പഴശ്ശി മരിച്ചപ്പോൾ പഴശ്ശിയുടെ ഭാര്യ കൈതേരി മാക്കത്തെ മാനന്തവാടിയിലേക്ക് കൊണ്ടുവന്നു. പഴശ്ശിയെ ടി.എച്ച്. ബാബറുടെ പല്ലക്കിൽ കൊണ്ടുവന്നു. കൈതേരി മാക്കത്തെ പടനായകനായ ക്ലാഫോമിൻ്റെ പല്ലക്കിൽ കൊണ്ടുവന്നു. പഴശ്ശിയുടെ ശവശരീരം മാനന്തവാടിയിൽ സംസ്കരിച്ചു. കൈതേരി മാക്ക അപ്രത്യക്ഷമായി. പിന്നീട് കൈതേരി മാക്കത്തെ എവിടെയും കാണുന്നില്ല. എന്നാൽ ഒരു പഴയ രേഖയുണ്ട്. എന്താണെന്നറിയോ? കൈതേരി മാക്കം തിരുവങ്ങാട് വരികയും കപ്പന തറവാട്ടിൻ്റെ മുന്നിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നാണ്. ഇത് നമ്മുടെ തിരുവങ്ങാടുകാർക്ക് അത്ഭുതം തോന്നും. കപ്പന തറവാട്ടിൻ്റെ കിഴന്തിമുക്കിലെ കപ്പന തറവാട്ടിൻ്റെ മുന്നിൽ വെച്ച് കൈതേരി മാക്ക ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? കൽപ്പള്ളി കണാരമേനോൻ ഇവിടെ എടുത്ത വീട്ടിൻ്റെ പേര് കൽപ്പന എന്നാണ്. കപ്പന കണാരമേനോൻ തൻ്റെ ഭർത്താവിനെ കൊന്ന കപ്പന കണാരമേനോൻ്റെ വീട്ടിലിൻ്റെ മുന്നിൽ വെച്ച് കൈതേരി മാക്കം ആത്മഹത്യ ചെയ്തു എന്ന് രേഖ പറയുന്നു. ഇതൊരു ചരിത്രത്തിലെ ഒരു വലിയ അറിവാണിത്. കപ്പന കണാരമേനോനാണ് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം നവീകരിച്ചത്. ബ്രിട്ടീഷുകാരുടെ പഴയകാലത്തെ പടയോട്ടത്തിൽ തകർന്ന കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം നവീകരിച്ചത് ടി.എച്ച്. ബാബർ പണം കൊടുത്തിട്ട് കപ്പന കണാരമേനോനാണ്. ഇത് കൃത്യമായി രേഖയുണ്ട്. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ മതിൽ കെട്ടിയത് ടി.എച്ച്. ബാബർ 1815. മുന്നിൽ തന്നെ ശിലാലിഖിതമുണ്ട്. ഈ ക്ഷേത്രമതിൽ ടി.എച്ച്. ബാബറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും, അദ്ദേഹം നേരിട്ട് മേൽനോട്ടം നടത്തിയിട്ടാണ് മലബാർ കളക്ടറായിരുന്ന ടി.എച്ച്. ബാബർ ഈ മതിൽ കെട്ടിയത്. 1805 പഴശ്ശി മരിക്കുന്നത്. 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് മതിൽ കെട്ടിയത്. പഴശ്ശി നിഗ്രഹം കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ജനങ്ങൾക്ക് വല്ലാതെ വെറുപ്പുണ്ടായിരുന്നു. കപ്പന കണാരമേനോൻ ജോലി രാജിവെച്ച് അപ്രത്യക്ഷനായി. അദ്ദേഹം കപ്പന വീട്, അദ്ദേഹത്തിൻ്റെ സ്വന്തം തറവാട് വിറ്റിട്ട് അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് പോയി, ഭാര്യയെയും മരുമക്കളെയും ഒക്കെ കൂട്ടിയിട്ട്. ഇന്നും ആ കുടുംബത്തിൽ ആൾക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ 6ാം തലമുറയിലുള്ള ഒരു സ്ത്രീ, ഒരു പ്രഭൗത്രി കപ്പന കണാരമേനോനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ചരിത്രരേഖയുണ്ട്, കൃത്യമായി രേഖ വെച്ചുകൊണ്ട് അവർ നാടുവിട്ട കഥയൊക്കെ പറഞ്ഞുകൊണ്ട്. കപ്പന കണാരമേനോൻ ഇത് രണ്ടും ഒരാളാണെന്നാണ് ചരിത്രപരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ കപ്പന കണാരമേനോൻ ജനങ്ങളെ വിശ്വാസം കയ്യിലെടുക്കണമെങ്കിൽ പഴശ്ശി നിഗ്രഹത്തിൻ്റെ ശേഷം ജനങ്ങളെ കയ്യിലെടുക്കാൻ മതിൽ കെട്ടുക.
തീർന്നില്ല. അദ്ദേഹം, നമ്മൾ കേട്ടത് എന്താണ്, അദ്ദേഹം കുതിരപ്പുറത്ത് ഈ ക്ഷേത്രത്തിന് ചുറ്റും സഞ്ചരിച്ചു, കുതിര ഇവിടെ മുട്ടുകുത്തി, ഇവിടെ കുതിരയെ ഓടിക്കാൻ പാടില്ല എന്ന് പലരും പറഞ്ഞു. കുതിര മുട്ടുകുത്തിയപ്പോൾ അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ ഭക്തനായി മാറി ഇവിടെ മതിൽ പണിതു എന്നാണ്. പക്ഷെ അതുമാത്രമല്ല, 1812 ചെറക്കൽ രാജാവ് ഈ ക്ഷേത്രം എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞ് അപ്പീൽ ഫയൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വിധി എഴുതുന്നത് TH ദാബറ, ഇതേ മനുഷ്യനാണ്. ക്ഷേത്രം തിരിച്ചു കൊടുക്കുന്നില്ല ബ്രിട്ടീഷുകാർ, പണം അടച്ചു തീർന്നിട്ടും തിരിച്ചു കൊടുക്കുന്നില്ല. ക്ഷേത്രം കൈക്കലാക്കാൻ കൂടി തൻ്റെ പേരിവിടെ സ്ഥാപിച്ചുകൊണ്ട്, ഒരു ശിലാഫലകം സ്ഥാപിച്ചുകൊണ്ട് മതിൽ കെട്ടുകയായിരുന്നു. അതിനുശേഷം ബ്രിട്ടീഷുകാർ ക്ഷേത്രം തിരിച്ചു കൊടുത്തില്ല. ക്ഷേത്രം തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് ക്ഷേത്രം മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ സ്ഥലം 77,000 പറ നെല്ലിൻ്റെ സ്ഥലമായിരുന്നു തിരുവങ്ങാട് ക്ഷേത്രത്തിനുണ്ടായിരുന്നത്. 77,000 പറ വരുമാനമുള്ള ഭൂമി തിരുവങ്ങാട് ക്ഷേത്രത്തിനുണ്ടായിരുന്നു. 3 ക്ഷേത്രങ്ങൾ, കുനിത്തല ക്ഷേത്രം ചെറിയ ക്ഷേത്രമാണെങ്കിലും ഇഷ്ടം പോലെ കാടുണ്ടായിരുന്നു അതിന്. മുഴപ്പിലങ്ങാട് ക്ഷേത്രത്തിന് ചെറിയ ക്ഷേത്രമാണെങ്കിലും ധാരാളം ഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്ന ക്ഷേത്രം. ഈ 3 ക്ഷേത്രങ്ങൾ പണയം വെക്കുകയും ചെയ്ത ചെറക്കൽ രാജാവ്. ചാത്തോത്ത് തങ്ങളാണ് തിരുവങ്ങാട് ക്ഷേത്രത്തിൻ്റെ ഒപ്പിട്ടത്. പൊന്നിത്ത് തങ്ങളും ചാത്തോത്ത് തങ്ങളും സമ്പന്നന്മാരായിരുന്നു, വീരന്മാരായിരുന്നു, ധാർഷ്ട്യമുള്ളവരായിരുന്നു, ആയുധമുള്ളവരായിരുന്നു. അതുകൊണ്ട് ഈ ക്ഷേത്രം കൊള്ളയടിച്ചു. പിന്നീട് അവർ ഇവിടുത്തെ സ്വർണം മുഴുവൻ വിറ്റു. അവസാനം ആ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, 200 വർഷം മുൻപേ 80,000 രൂപയ്ക്ക് മറ്റാണ് ഈ ക്ഷേത്രം, അല്ല 60,000 രൂപ ഈ ക്ഷേത്രത്തിന് കടം വന്നിട്ട് ജപ്തി വന്നു. ഈ ക്ഷേത്രത്തിന് ജപ്തി വന്നു പിൽക്കാലത്ത്. ഈ 1900-ന്റെ ആദ്യഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിന് ജപ്തി വന്നു. ഈ ക്ഷേത്രത്തിൻ്റെ കാരാളന്മാർ, ഊരാളന്മാർ ഇവരാണെങ്കിൽ ക്ഷേത്രം നിയന്ത്രിക്കുന്ന കാരാളന്മാർ കൂടത്തിൽ മൂസത്, ഓലയാട്ട് മൂസത്, പോണോൽ മൂസത്, അതുപോലെ തന്നെ എരോത്ത് മൂസത്. ഇവർ നോക്കിയാലും കാണാം നമുക്ക്. കടത്തനാട്ട് രാജാവിൻ്റെ തട്ടകത്തിൽ നിന്നാണ് കൂടത്തിൽ മൂസത് വരുന്നതും അതേപോലെ തന്നെ ഓലയാട്ട് മൂസത് വരുന്നതും. കോട്ടയം തമ്പുരാൻ്റെ തട്ടകത്തിൽ നിന്നാണ്, കോട്ടയം തമ്പുരാൻ്റെ സ്വന്തം സ്ഥലത്ത് നിന്നാണ്, കണ്ണവത്ത് നിന്നാണ് എരോത്ത് മൂസതുമാർ വരുന്നത്. ഓരോ സ്ഥലത്ത് നിന്ന് നിയോഗിക്കുക. ഉത്സവകാലത്ത് വാളെഴുന്നള്ളിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഉത്സവകാലത്ത് മഹാരാജാവായതുകൊണ്ട് മഹാരാജാവിൻ്റെ മുന്നിൽ വാളെഴുന്നള്ളണം. അതിൻ്റെ തറവാട്ടുകാരുണ്ട് ഇവിടെ. മടയമ്പത്ത് പണലാട്ടിൻ്റെ, അതേപോലെ തന്നെ വടക്കുംപാട്, മുണ്ടാറത്ത്, കണ്ടോത്ത്. അതിൽ മുണ്ടാറത്ത് തറവാട്ടിൽ അങ്ങായിരുന്നു നമ്മുടെ വിഖ്യാതനായ അന്തരിച്ച മൊയാരത്ത് ശങ്കരൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാൾ, കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ, ധീരൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എഴുതിയ മനുഷ്യൻ, അസാമാന്യ ധീരൻ. അദ്ദേഹം എഴുതുന്നത് ഈ ക്ഷേത്രം തന്നെ മുണ്ടാറത്ത് തറവാട്ടിൻ്റെതായിരുന്നു, പഴശ്ശി ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി, കോട്ടയ രാജാക്കന്മാർ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി എന്നാണ്. അത് ചരിത്രപരമായി ശരിയല്ല. കാരണം ക്ഷേത്രം എപ്പോഴും രാജാവിൻ്റെതുമല്ല, സർവ്വഭൂമിയും ക്ഷേത്രത്തിൻ്റെയാണ്. ആ കാലത്ത് ദേവസ്വത്തിനും ബ്രഹ്മസ്വത്തിനും ഭൂമിയുള്ളൂ. ക്ഷേത്രം കൈകാര്യം ചെയ്യുന്ന തങ്ങൾമാരാ. തങ്ങൾ എന്നാൽ ആയുധം പ്രയോഗിക്കുന്ന, ആയുധം പഠിച്ച നമ്പൂതിരിമാരാ. പക്ഷെ ഇവർക്ക് പൂജ പാടില്ല. ആയുധമെടുത്തത് കൊണ്ട് പൗരോഹിത്യം പാടില്ല എന്നാണ് നിയമം. ഇതിവിടെ മാത്രമല്ല, കേരളത്തെ 4 ഘടകങ്ങളായി വിഭജിച്ചിട്ടുണ്ടായിരുന്നു. പെരിഞ്ചല്ലൂർ ഘടകം, തളിപ്പറമ്പിൽ ആസ്ഥാനമായിട്ടുള്ള പെരിഞ്ചല്ലൂർ ഘടകത്തിലാണ് നമ്മളൊക്കെ വരിക. കോഴിക്കോട് ജില്ല കടന്നാൽ കോഴിക്കോട് ജില്ല മുതൽ അങ്ങോട്ട് പന്നിയൂർ ഘടകമായി. പന്നിയൂർ ഘടകത്തിൽ ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്ത ആയുധം എടുത്ത നമ്പൂതിരിമാർക്ക് പേരുണ്ട്. മൂസ് എന്നാണ് വിളിക്കുക അവരെ. അവരെ വിളിക്കുക മൂസ് എന്നാണ്. ആയുധം എടുത്ത നമ്പൂതിരിമാരാണ് അവരും. അവിടെ നിന്ന് അപ്പുറം കടന്നാൽ ചെങ്ങന്നൂർ കഴക. ചെങ്ങന്നൂർ കഴകത്തിൽ ഇവരുടെ പേര് പണ്ടാരത്തിൽ എന്നാണ്. പണ്ടാരത്തിൽ നിന്നാണ് വിളിക്കുക. ആയുധം എടുത്ത നമ്പൂതിരിമാരാണ് അവർ. പിന്നെ പറൂർ കഴകാണ്. പറൂർ കഴകത്തിലും ആയുധമെടുത്ത നമ്പൂതിരിമാർ തന്നെയാണ് അവിടെയും ഉള്ളത്. അവിടെ ഗ്രാമീണിന്നോ അങ്ങനെയോ മറ്റാണ് അവരുടെ പേര്. ആയുധമെടുത്ത നമ്പൂതിരിമാരാണ് കേരളം മുഴുവൻ ക്ഷേത്രഭരണവും നാട്ടുഭരണവും നിർവഹിക്കുകയും നികുതി വാരം പാട്ടം പിരിച്ച് രാജാക്കന്മാർക്ക് എത്തിക്കുകയും ചെയ്തത്. പക്ഷെ എന്ത് ചെയ്തു?
ഇഷ്ടം പോലെ ധനം കയ്യിൽ വന്ന് ആയുധവും കയ്യിലുണ്ട്, ധനവും കയ്യിലുണ്ട്, സൈന്യവും കയ്യിലുണ്ട്. ഇവർ കൊള്ളക്കാരായി മാറി. ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചു. അകത്തിരുന്നു കൊണ്ട് ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചു. ഈ ക്ഷേത്രത്തിലെ സ്വർണം മുഴുവൻ വിറ്റ് കളഞ്ഞിട്ടുണ്ട് തങ്ങൾമാർ. സഹികെട്ടിട്ട് ഇവിടുത്തെ കാരാളന്മാർ, ഈ 4 തറവാട്ടിൽ മൂസദ്മാർ, ഇവിടുത്തെ അകത്ത ഭരണം നിർവഹിച്ചിരുന്ന മൂസദ്മാർ ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. തങ്ങൾമാർക്കെതിരെ ഒരു രക്ഷയില്ലാതെ അവസാന കാലത്താണ് രാമചന്ദ്രയ്യർ എന്ന് പറയുന്ന ഒരു വക്കീല് 1917 മദ്രാസ് തലശ്ശേരി ഡിസ്ട്രിക്ട് കോർട്ടിൽ അന്ന് കേസ് ഫയൽ ചെയ്യുന്നത്. ഇത് കൊള്ള ചെയ്യാണ്, ദയവ് ചെയ്ത് നിർത്തണം, ക്ഷേത്രം ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. മദ്രാസ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന രാമചന്ദ്രയ്യർക്ക് തിരുവങ്ങാടിന് താല്പര്യമെന്ന് ചോദിച്ചുകൊണ്ട് എതിർവാദം വരികയും കോടതി തൽക്കാലം കേസ് തള്ളുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് തിരുവങ്ങാട്ട് പട്ടത്തുരാമുണ്ണിമാരാർ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ 38 തിരുവങ്ങാട്ടെ 38 പ്രമുഖരായ മനുഷ്യർ ഒന്നിച്ചു ചേർന്നുകൊണ്ട് വീണ്ടും കേസ് ഫയൽ ചെയ്യുന്നു. 1927 ഇത് HRMC വകുപ്പ്, തമിഴ്നാട്ടിൻ്റെ ക്ഷേത്രഭരണം നിർവഹിക്കുന്ന ഹിന്ദു ധർമ്മസ്ഥാപന വകുപ്പ് ഏറ്റെടുക്കുകയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. 1925 തമിഴ്നാട് ഹിന്ദുസ്ഥാപന ധർമ്മ വകുപ്പിൻ്റെ ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ കൂടുതൽ നടപ്പിലാകുന്നത്. അത് പൂർണ്ണരൂപത്തിൽ വരുന്നത് 27 ആ പൂർണ്ണരൂപത്തിൽ നിയമം നടപ്പിലായതിനു ശേഷം ആദ്യം ഏറ്റെടുക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവങ്ങാട്. ഇവിടെ 5 ട്രസ്റ്റിമാരെ നിയമിച്ചു പിന്നീട് ഗവൺമെൻറ്. അതിലൊന്ന് പട്ടത്തുരാമുണ്ണിമാരാണ്. അദ്ദേഹം റാവു ബഹദൂർ സ്ഥാനമുള്ള ആളാണ്. രണ്ടാമത്തേത് ദിവാൻ ബഹദൂർ TC നാരായണക്കുറുപ്പ്. ഈ റോഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്, ചെറുക്കര വരെയുള്ള റോഡ്. നമുക്കറിയില്ല ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ആരാണെന്ന്. TC നാരായണക്കുറുപ്പ് കേരളം കണ്ട ഏറ്റവും വലിയ ഈ നിയമവിദഗ്ധരിലൊരാളായിരുന്നു. ബ്രിട്ടീഷുകാരെ പോലും വിറപ്പിച്ച മനുഷ്യനാണ്. ഗാന്ധിജി വന്നപ്പോൾ അദ്ദേഹമാണ് താമസിപ്പിച്ചത് സ്വന്തം വീട്ടിൽ. ഗാന്ധിജി വന്ന് താമസിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലാണ്. ഇവിടെ ഇപ്പം ഡോക്ടർ ബാബു രാമചന്ദ്രൻ താമസിക്കുന്ന വീട്. പിന്നെ വടൂർ കൃഷ്ണമേനോനാണ് മറ്റൊരാൾ. പിന്നത്തെ ആളാരാണെന്ന് പറയും ശങ്കരയ്യർ, S. ശങ്കരയ്യർ, ഒരു ട്രസ്റ്റി. S. ശങ്കരയ്യർ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് തിയോസഫിക്കൽ സൊസൈറ്റി കൊണ്ടുവരുന്നതും ഹോം റൂൾ പ്രസ്ഥാനം കൊണ്ടുവരുന്നതും. ഇവിടെ നമ്മുടെ ഭാരതീയ നാട്യകലാലയം നടത്തുന്ന ലെഡ്ബിറ്റർ ഹാള് അത് തിയോസഫിക്കൽ സൊസൈറ്റിക്ക് വേണ്ടി അതിൻ്റെ ഉടമസ്ഥരായ മനുഷ്യർ ദാനം ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന മറ്റൊരാളാണ് S. ശങ്കരയ്യർ. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രങ്ങളിലൊന്നായ ശർമാജി. EMS ആദ്യം ഭരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. ശർമാജിയെക്കുറിച്ച് VR കൃഷ്ണയ്യർ 2 വർഷം മുമ്പേ ഹിന്ദുവിൽ അതിമനോഹരമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ശർമാജി ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ തിരുവങ്ങാട്. VR കൃഷ്ണയ്യരും ഇവിടെ തന്നെ. കൃഷ്ണയ്യരുടെ അച്ഛൻ ഇവിടെ ട്രസ്റ്റി ആയിരുന്നു, VV രാമയ്യർ. ഈ ക്ഷേത്രത്തിൻ്റെ സത്യത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം അന്വേഷിച്ച് നോക്കിയാൽ നമ്മൾ അമ്പരക്കും. ഈ ക്ഷേത്രം ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു. തലശ്ശേരിയുടെ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്നത് ക്ഷേത്ര. ഇതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇവിടുത്തെ തലശ്ശേരി സംസ്കാരം വികസിച്ചത്. നമ്മൾ ഈ ഇന്ദുലേഖയുടെ 125-ാം വർഷം കൊണ്ടാടുക ഇപ്പോഴും. മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ നോവൽ എഴുതിയത് ഓച്ചന്ത് മേനോൻ. അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ്? തിരുവങ്ങാടെന്നാണ് പറയുക. ഒയ്യാരത്ത് ഭവനം. ഇവിടുന്ന് എൻ്റെ ഈ ശബ്ദം ഒയ്യാരത്ത് വീട്ടിൽ കേൾക്കുന്നുണ്ടാവും ഇപ്പോഴും. സത്യത്തിൽ ഒയ്യാരത്തല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വീട് കേളാലൂരിലാണ്, മമ്പറത്താണ്. അമ്മയുടെ വീട് കൊടുങ്ങല്ലൂരില്ല. അദ്ദേഹം ജനിച്ചത് കൊയിലാണ്ടിയില്ല, താമസിച്ചത് തിരുവങ്ങാട്. എങ്ങനെ ഇവിടെ എത്തിയെന്നറിയോ? അദ്ദേഹത്തിൻ്റെ അച്ഛൻ തലശ്ശേരി തഹസിൽദാരായി വന്നപ്പോഴും നിത്യവും പെരുമാളെ തൊഴാൻ വേണ്ടി ഈ വീട് വിലക്ക് വാങ്ങുക. ഒയ്യാരത്ത് വീട് വിലക്ക് വാങ്ങിയിട്ട് അതിൻ്റെ മുന്നിൽ മനോഹരമായിട്ടൊരു പടിപ്പുര മാളിക കെട്ടി, ഇംഗ്ലീഷ് ഭാഷ സ്നേഹിച്ചൊരു മനുഷ്യനായതുകൊണ്ട് ബെൽജിയം ഗ്ലാസ് വെച്ചുകൊണ്ട് ഒരു പടിപ്പുര മാളിക കെട്ടി യൂറോപ്യൻ സ്റ്റൈലിൽ.
എന്നിട്ട് ആ ഉയ്യാരത്ത് ഭവനത്തെ അങ്ങോട്ട് പ്രശസ്താക്കി പിന്നീട് ഒ ചന്തുമേനോൻ എന്ന വിഖ്യാതനായ നോവലിസ്റ്റ്. നമുക്ക് അഭിമാനമാണ് സത്യത്തിൽ, തിരുവങ്ങാടിൻ്റെ അഭിമാനമാണ്. ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത്? ഇവിടെ ധാരാളം തമിഴ് ബ്രാഹ്മണർ വന്ന് താമസാക്കി. തിരുവങ്ങാട് തലശ്ശേരിയുടെ സാംസ്കാരിക കേന്ദ്രമായി. കൊടുങ്ങല്ലൂർ കളരി പോലെ കേരളത്തിൻ്റെ മലയാള സാഹിത്യത്തിൻ്റെ സാഹിത്യ കളരി എന്ന് പറയുന്നത് തിരുവങ്ങാടാണെന്ന്. ഒ ചന്തുമേനോൻ ഇവിടെ വന്നു. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വന്നത് കേസരി നായനാർ. പയ്യന്നൂരാണ് അദ്ദേഹത്തിൻ്റെ നാട്, പക്ഷെ കഥ എഴുതിയ തലശ്ശേരിയിൽ. പഴശ്ശിയെക്കുറിച്ച് ആദ്യത്തെ ലക്ഷണയുക്തമായ ചരിത്രാഖ്യായിക വരുന്നത് കപ്പന കൃഷ്ണമേനോൻ. കപ്പന തറവാട്ടിൽ നിന്ന് തന്നെ ഒരു പ്രായശ്ചിത്തം. ഈ ക്ഷേത്രത്തിൻ്റെ ഈ കൂടത്തിൽ വീട്ടിൻ്റെ നേരെ പിന്നിലുള്ള വീട് പണ്ട് അഡ്വക്കേറ്റ് KMK നായർ താമസിച്ച വീട്. കുഞ്ഞിലക്ഷ്മി കെട്ടിലമ്മ, മഹാകവി ഉള്ളൂര് സാഹിത്യ ചരിത്രത്തിൽ പുകഴ്ത്തിപ്പാടുന്നുണ്ട് കുഞ്ഞിലക്ഷ്മി കെട്ടിലമ്മയുടെ വീട്. ഇതൊക്കെ വീടുകളൊക്കെ പോയി. കുഞ്ഞിലക്ഷ്മി കെട്ടിലമ്മയുടെ വീടിൻ്റെ ഒരു ഭാഗം ബാലേട്ടൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. ബാലേട്ട കാത്തു സൂക്ഷിക്കുക, നിങ്ങളെ ദൂരെ ഞാൻ കാണുന്നുണ്ട്. സഞ്ജയൻ്റെ ഗൃഹം പോയി. സഞ്ജയൻ കളിച്ചു വളർന്ന സ്ഥലം. മലയാള സാഹിത്യത്തിൽ ഈ ഹാസ്യസാഹിത്യ ചക്രവർത്തി MK ഗുരുക്കൾ. സംസ്കൃതം മഹാപണ്ഡിതൻ എന്ന് മാത്രമല്ല, സംസ്കൃത ഭാഷയിൽ 64 കലകളെക്കുറിച്ച് വാത്സ്യായനും ശാർദ്ധരനും എഴുതിയതിന് ശേഷം ഇന്ത്യൻ ഭാഷയിൽ, സംസ്കൃതത്തിലല്ലാതെ ഏക ഇന്ത്യൻ ഭാഷയിൽ 64 കലകളെയും ക്രോഡീകരിച്ച മനുഷ്യൻ MK ഗുരുക്കളാണ്. അദ്ദേഹം താമസിച്ചത് 2ാം ഗേറ്റിൻ്റെ അടുത്ത്, ഡോക്ടർ ബാബു രാമചന്ദ്രൻ്റെ വീട്ടിൻ്റെ തൊട്ടിട്ട്. കേരളം മുഴുവൻ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ മനുഷ്യൻ വാഗ്ഭടാനന്ദൻ. നാവിനെ ഖഡ്ഗമാക്കി മാറ്റിയ വാഗ്ഭടാനന്ദൻ ഇന്ന് കേരളത്തിൻ്റെ ഈ സാമൂഹ്യ ചരിത്രത്തിലെ ഏറ്റവും തിളങ്ങുന്ന നക്ഷത്ര വാഗ്ഭടാനന്ദൻ. അദ്ദേഹം പഠിച്ചത് എവിടെയാണെന്നറിയോ? നമ്മുടെ ഈ തൊട്ടടുത്തുള്ള 5ാം പീടികയിലെ റേഷൻ ഷോപ്പിൻ്റെ മുകളിൽ കഴിഞ്ഞ മഴക്കാലത്തെ കെട്ടിടം വീണുപോയി. സംസ്കൃത ചിന്താമണി എന്ന വിഖ്യാതമായ വിദ്യാലയം സംസ്കൃത യൂണിവേഴ്സിറ്റി ആയിരുന്നു. മേലൂട്ട് മടപ്പുരയോട് ചേർന്നുള്ള മേലൂട്ട് തറവാട്. റെയിൽവേ ട്രാക്ക് വന്നപ്പോൾ 2 തറവാടുകൾ പൊളിച്ചുപോയി. ഒന്ന് സംസ്കൃതത്തിൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കാൻ പറ്റുന്ന മേലൂട്ട് തറവാട്, രണ്ടാമത്തേത് നമ്മുടെ ചന്ദ്രേട്ടൻ്റെയൊക്കെ പഴയ ചിരുകണ്ടോത്ത് ഭവനം തറവാട്. 2 4 കെട്ട് ഭവനങ്ങൾ നഷ്ടമായി റെയിൽവേ ട്രാക്ക് വന്നപ്പോൾ. തിരുവങ്ങാടിൻ്റെ സാംസ്കാരിക ചരിത്രം എന്ന് പറയുന്നത് ചെറുതല്ല. ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഥകളി വരേണ്യ സംസ്കാരത്തിൻ്റെ ഭാഗമെന്നാണ് നമ്മൾ പറയുക, ഉയർന്ന ജാതിക്കാരൻ്റെ മാത്രം. പക്ഷേ ആർക്കെങ്കിലും അറിയോ, 200 വർഷം മുൻപേ തീയ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ കഥകളിക്ക് ആട്ടക്കഥ എഴുതിയിട്ട് ഇവിടെ മേലൂട്ട് കഥകളി യോഗം ഉണ്ടായിരുന്നു, അവിടെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മേലൂട്ട് തറവാട് തീയ സമുദായത്തിൽപ്പെട്ടവരെ തറവാടാണ്. സംസ്കൃതത്തിൻ്റെ സർവകലാശാലയാണ്. അവിടെ സ്വന്തം കഥകളി യോഗം ഉണ്ടായിരുന്നു അവർക്ക്. ജാതിമത ഭേദമില്ലാതെ സാഹിത്യത്തെയും കലകളെയും മനുഷ്യനെയും ഒന്നിച്ച് കാണാനുള്ള ഒരു സംസ്കാരം ഉണ്ടാക്കാനുള്ള ഒരു മൂലകാരണം ഈ ക്ഷേത്രത്തിൻ്റെ സാമീപ്യമാണ്. അതുകൊണ്ട് മഹാത്മാഗാന്ധി ഇവിടെ വരുന്നപ്പോൾ ഇവിടെ ആളുകൾ എന്താ ആവശ്യപ്പെട്ടെന്നറിയോ മഹാത്മാഗാന്ധിയോട്? കേരളത്തിൽ മഹാത്മാഗാന്ധി വന്നപ്പോൾ തലശ്ശേരിയിൽ മാത്രമേ മഹാത്മാഗാന്ധിയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ ജനങ്ങൾ. അതെന്താണെന്ന് ചോദിച്ചാൽ, മഹാത്മാഗാന്ധിക്ക് നിവേദനം കൊടുത്തത് കൂടാളി താഴത്ത് വീട്ടിലെ മനുഷ്യനാണ്. കൂടാളി യശമാനൻ എന്നാ വിളിക്കുക. അദ്ദേഹം കൊടുത്ത നിവേദനം എന്താണെന്നറിയോ? സർവ്വ മനുഷ്യർക്കും തിരുവങ്ങാട് ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിക്കാനുള്ള അനുമതി നൽകണമെന്നാണ്. സർവ്വ മനുഷ്യർക്കും ജാതിഭേദമില്ലാതെ തിരുവങ്ങാട് ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിക്കാൻ അനുമതി നൽകണം. നമുക്ക് അത്ഭുതം തോന്നും, പക്ഷെ അന്നും കിട്ടിയില്ല. ക്ഷേത്രപ്രവേശന നിയമം പാസ്സായപ്പോഴാണ് നമുക്കും ഇവിടെ സർവ്വ മനുഷ്യർക്കും കയറി പ്രാർത്ഥിക്കാനുള്ള അനുമതി കിട്ടിയത്. ഇതൊരു മഹാക്ഷേത്രമാണ്. മഹാക്ഷേത്രത്തിൻ്റെ പഞ്ചപ്രാകാരം എന്ന് പറയുന്ന ലക്ഷണം ഇവിടെ ഉണ്ട്. ഒന്ന് മാത്രമേ ഇല്ലാണ്ടുള്ളൂ, 4 പ്രാകാരങ്ങളുണ്ട്. പണ്ട് 5 ഉണ്ടായിരുന്നു. ശീവേലി നടക്കുമ്പോൾ അതിനൊരു പുര വേണം, വെയിൽ കൊള്ളാതിരിക്കാൻ. ശീവേലിപ്പൊര അതിവിടെ ഇല്ല, പണ്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 17ാം നൂറ്റാണ്ടിലും 18ാം നൂറ്റാണ്ടിലും ഇവിടെ നവീകരണം നടന്നപ്പോൾ ഈ ടിപ്പു സുൽത്താൻ്റെ യുദ്ധസമയത്ത് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിറക്കൽ രാജാവിനെ ഹൈദരലി ആക്രമിച്ചിട്ടുണ്ട്. ഹൈദരലി ആക്രമിച്ചപ്പോൾ ചിറക്കൽ രാജാവ് ഓടി രക്ഷപ്പെടുക. ചിറക്കലിൽ ഒരു രക്ഷയില്ല. അറക്കൽ രാജവംശവും
ഹൈദരലിയും കൂടി ചേർന്ന് ചിറക്കൽ രാജാവിൻ്റെ ചിറക്കൽ കൊട്ടാരം ആക്രമിച്ചപ്പോൾ അദ്ദേഹം ഓടി അഭയം തേടിയത് തിരുവങ്ങാട് ക്ഷേത്രത്തിലാണ്. ഇത് ചരിത്രരേഖയുണ്ട്, കൃത്യമായ ചരിത്രരേഖ. എന്താ കാരണം എന്നറിയോ? ഇവിടെ ഭയപ്പെടാനില്ല. ഇത് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഔട്ട് പോസ്റ്റായിരുന്നു. പ്രൊവിൻഷ്യൽ ഗസറ്റിയർ ഓഫ് മദ്രാസ് പ്രസിഡൻസിയുടെ ആ പഴയ ഗസറ്റിയർ നോക്കിയാൽ കാണാം, തിരുവങ്ങാട് ക്ഷേത്രം ആർമി ഔട്ട് പോസ്റ്റായിരുന്നു. ക്ഷേത്ര സംരക്ഷണത്തിനായിട്ട് ബ്രിട്ടീഷുകാർ 50 100 പട്ടാളക്കാരെ ആയുധധാരികളായിട്ട് ഇവിടെ കാവലേൽപ്പിച്ചിരുന്നു. ഈ ചിറക്കൽ രാജാവ് ഇവിടെയാണ് വരുന്നത്. പിന്നാലെ ഹൈദർ വന്നു. പക്ഷെ ഹൈദർ വലുതായിട്ട് ഈ ക്ഷേത്രത്തെ ആക്രമിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഹൈദരുടെ പ്രധാന പടനായകൻ ആയാസ് ഖാന. ആയാസ് ഖാൻ ആരാണെന്ന് ചോദിച്ചാൽ വെള്ളുവക്കമ്മാരൻ എന്ന് പറയുന്ന ഈ 2 തറ നമ്പ്യാർ കുടുംബങ്ങളിൽ ഒരാളാണ്. 2 തറ നമ്പ്യാർ കുടുംബങ്ങൾ നമ്മുടെ ധർമ്മടം മുതൽ അങ്ങോട്ട് വേങ്ങാട് വരെ ഭരിച്ച, തിരുവങ്ങാട് ദേവസ്വത്തിനും അതിൽ സ്ഥലമുണ്ട്. 2 തറ നമ്പ്യാർ കുടുംബങ്ങളിലെ ഭരണാധികാരികളായ നാടുവാഴികളുടെ ആ കൂട്ടത്തിലുള്ള ഒരു തറവാടാണ് വള്ളുവ വീട്. അവിടുത്തെ കമ്മാരൻ നമ്പ്യാരാണ് പിന്നീട് ആയാസ് ഖാനായി മാറിയത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് മൊയിലാംകുന്നിലാണ്. മൊയിലാംകുന്ന് എന്ന് പറയുന്നത് ചക്കിയത്തുമുക്കിനടുത്ത്. അദ്ദേഹം ഭാര്യ വീട്ടിൽ വന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാധവിയും അദ്ദേഹവും തിരുവങ്ങാട് ക്ഷേത്രത്തിൽ വന്ന് തൊഴാറുണ്ടത്രേ. ഈ തിരുവങ്ങാട് ക്ഷേത്രത്തിൽ ഭാര്യയോടൊപ്പം വന്ന് തൊഴുന്ന ആയാസ് ഖാൻ പട നയിച്ച് വന്നിട്ട് തിരുവങ്ങാട് ക്ഷേത്രം ആക്രമിക്കൂ. ചരിത്രത്തിൽ ഹൈദർ തിരുവങ്ങാട് ക്ഷേത്രം ആക്രമിച്ചിട്ടില്ല. ചിറക്കൽ രാജാവ് ഇവിടെ അഭയം തേടിയപ്പോൾ അദ്ദേഹം ഇവിടുന്ന് പോയി. എന്നിട്ട് പള്ളൂരിൽ പോയിട്ട് അദ്ദേഹം പന്തക്കല്ലിൽ പോയിട്ട് ഫ്രഞ്ചുകാരുമായിട്ട് യോജിച്ചിട്ട് ആയുധം വാങ്ങി കുറെ. എന്നിട്ട് തിരിച്ച് ശ്രീരംഗപട്ടണത്തേക്ക് പോകുന്നു. പക്ഷെ പിന്നീട് ടിപ്പു സുൽത്താൻ വരുന്നു. ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രം ആക്രമിക്കുന്നു. ആയാസ് ഖാൻ അന്ന് ബുധനൂരിലെ ഗവർണർ ആയാസ് ഖാനെ പിടിച്ച് തടവിലിടാൻ നോക്കുന്നു വെള്ളുവക്കമാരനെ. വെള്ളുവക്കമാരൻ അവിടെ നിന്ന് രക്ഷപ്പെടുക ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ. അദ്ദേഹം മഹാരാഷ്ട്രയിലെത്തുകയും ലോണാവാലയിൽ ആശ്രമം സ്ഥാപിച്ച് ഹിന്ദുവായി തിരിച്ച് ഹിന്ദുമതം സ്വീകരിച്ച് ഘർവാപ്പസല്ല കേട്ടോ, ഹിന്ദുമതം സ്വീകരിച്ച് തിരിച്ച് ആശ്രമം സ്ഥാപിച്ച് മരണം വരെ ലോണാവാലയിൽ ഒരു സന്യാസിയായി ജീവിക്കുന്നു. ഇത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. വെള്ളുവക്കമാരൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ക്ഷേത്രത്തിൻ്റെ ആരാധകനായിരുന്നു, ഭക്തനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയും. പക്ഷെ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നമ്മുടെ ഗോപുരം തകർന്നിട്ടുണ്ട്, ക്ഷേത്രം തകർന്നിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്ത് ഇപ്പോഴും ഇരുമ്പുണ്ടകളുണ്ട്. ഗോപുരത്തിൻ്റെ ചുവട്ടിൽ ഒരു കാലത്ത് ഇരുമ്പുണ്ടകൾ ഉണ്ടായിരുന്നു എന്ന് പഴമക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. തകർന്ന ഗോപുരത്തെ ശ്രീ ഗുണ്ട്റാവു എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ, മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ, അദ്ദേഹമാണ് ഇന്ന് കാണുന്ന ഗോപുരം കെട്ടിയിരിക്കുന്നത്. പക്ഷേ ലക്ഷണയുക്തമായ ക്ഷേത്ര ഇത്. വലിയ ശ്രീകോവിൽ, ഇരുനില ശ്രീകോവിൽ, ദ്വിതാലം എന്നാണ് പറയുക. ചെമ്പ് പാകിയിരിക്കുന്നു, സ്വർണ്ണ താഴികക്കുടം. എല്ലാ ക്ഷേത്രങ്ങൾക്കും സ്വർണ്ണ താഴികക്കുടം വെക്കാൻ അവകാശമില്ല. സ്വർണ്ണ താഴികക്കുടം വെക്കാൻ അവകാശമുള്ള വടക്കൻ കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വലിയ ശ്രീകോവിൽ, ദ്വിതാലം, ഗർഭഗൃഹം, അതിനകത്ത് ശ്രീരാമന്റെ പ്രതിഷ്ഠ, പുറത്ത് ഹനുമാന്റെ പ്രതിഷ്ഠ. പഞ്ചപ്രകാരങ്ങളിൽ പറയുന്ന ഒന്നെന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഗർഭഗൃഹവും അതിൻ്റെ മുന്നിലുള്ള മണ്ഡപവും, അഗ്രമണ്ഡപം, പിന്നെ അകത്തെ ബലിവട്ടം, നമ്മൾ അകത്ത് പ്രദക്ഷിണം വെക്കുന്ന വഴി, അകത്തെ ബലിവട്ടം, അതിൻ്റെ പേര് അന്തർമണ്ഡലം എന്നാണ്. പിന്നെ ചുറ്റമ്പലം, ചുറ്റിലും കെട്ടിയിരിക്കുന്ന അമ്പലം, അതിൻ്റെ പേരെന്താണെന്ന് അറിയാം? അന്തർഹാരം എന്നാണ്. അന്തഹാരം, ഹാരം എന്ന് പറഞ്ഞാൽ മാല. ശ്രീകോവിലിരിക്കുന്ന ദേവന്റെ കഴുത്തിന് ചുറ്റും അണിയിച്ചൊരു മാലയാണ് നമ്മുടെ ചുറ്റമ്പലം. ചുറ്റമ്പലത്തിൻ്റെ പുറത്ത് വാതിൽ വിളക്കുമാടത്തറ. നമുക്ക് വിളക്കുമാടത്തറയുണ്ട് ഇപ്പോഴും. വിളക്കുമാടം പൊളിഞ്ഞുപോയി. പണ്ട് വിളക്കുമാടം ഉണ്ടായിരുന്നതിൻ്റെ ലക്ഷണം ഉണ്ടായിരുന്നു. ധാരാളം കുഴികളുള്ള കരിങ്കല്ലുണ്ടായിരുന്നു ഇഷ്ടം പോലെ വിളക്കുമാടത്തറയിൽ. ഇന്ന് സ്ത്രീകൾ ഉത്സവം കാണാൻ കയറി നിൽക്കുന്ന തറയാണത്. വിളക്കുമാടത്തറ ബാഹ്യഹാരം, മധ്യഹാരം, ദേവന്റെ കഴുത്തിൽ മധ്യത്തിൽ അണിയുന്ന ഹാരമാണത്. പിന്നെയുള്ള ഹാരമാണ് ശീവേലി
നടത്തുന്ന സ്ഥലം. ഇപ്പോഴും നമ്മൾ കരിങ്കല്ല് പാകിയിട്ടുണ്ട് പ്രദക്ഷിണ വഴി. അവിടെ ശീവേലിപ്പുരയും കൂടി ഉണ്ടാവും, ചെറിയൊരു ശീവേലിപ്പുര. അത് ബാഹ്യഹാരാണ്. പിന്നെ ചുറ്റിലുള്ള മതിൽ. മതിലിന് വാസ്തുവിദ്യയിൽ മതിലിൻ്റെ പേര് മര്യാദ എന്നാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ മര്യാദ എന്ന് പറയുന്നത് അതിൻ്റെ മതിലാണ്. നിങ്ങൾ മര്യാദ ലംഘിക്കരുത്, മര്യാദക്കകത്തേക്ക് ചെരുപ്പിട്ട് കയറരുത്, മര്യാദക്കകത്ത് തുപ്പരുത്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിതത്തിൽ മര്യാദ പാലിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. മര്യാദ ഒരു മതിലാണ്, സംസ്കാരത്തിൻ്റെ മതിലാണ് എന്നാണ്. വാസ്തുശില്പത്തിൽ മര്യാദ എന്നാണ് ഇതിന് പറയുക. വിശാലമായ അമ്പലപ്പുറം നമുക്കുണ്ട്, ഗോപുരമുണ്ട്, ഗോപുരത്തോട് ചേർന്ന മറ്റൊരു മര്യാദയുണ്ട്, മുന്നിൽ ക്ഷേത്രക്കുളമുണ്ട്. എല്ലാ ലക്ഷണവും ഇവിടെ ഒത്തിരിക്കുന്നു. അതുകൊണ്ട് ഇത് മഹാക്ഷേത്രമാണ്. വാസ്തുവിദഗ്ധർ ഇതിനെ മഹാക്ഷേത്രത്തിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഗണിച്ചിട്ടുള്ളതും. അപൂർവ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അകത്തെ പ്രതിഷ്ഠ ശ്രീരാമൻ, ശിലയിലാണ് ശ്രീരാമനുള്ളത്. ശ്രീരാമൻ ശിലയിലാണുള്ളത്, കറുത്ത ശിലയിൽ. നല്ല വലുപ്പമുള്ള ശിലയാണ്, സുന്ദര രൂപമാണ്. ശ്രീരാമനെ എങ്ങനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ശ്രീരാമൻ്റെ വർണ്ണം കറുപ്പ് നിറമാണ്, കറുപ്പല്ല ശ്യാമവർണ്ണം, മേഘശ്യാമ നിറം എന്നാണ്. മേഘശ്യാമം എന്ന് പറഞ്ഞാൽ നീല നിറമല്ല. കൃഷ്ണൻ്റെ നിറവും മേഘശ്യാമ. കൃഷ്ണനെ ചിത്രകാരന്മാരാണ് നീല നിറം കൊടുത്തത്. കൃഷ്ണൻ്റെ നിറം കാർവർണ്ണമാണ്, മഴക്കാർ വർണ്ണമാണ്. അതുപോലെ ശ്രീരാമൻ്റെ നിറവും അതാണ്. പിന്നെ ശ്രീരാമനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ അഗ്നിപുരാണത്തിലായാലും അതുപോലെ വിഷ്ണുധർമ്മോത്തര പുരാണത്തിലായാലും ശില്പരത്നത്തിലായാലും അതുപോലെ കാശ്യപ ശില്പത്തിലും ഒരുപടി ആഗമങ്ങളിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 2 കൈയുള്ള ശ്രീരാമൻ, 4 കൈയുള്ള ശ്രീരാമൻ, 8 കൈയുള്ള ശ്രീരാമൻ. ഈ തരത്തിൽ പ്രതിഷ്ഠിക്കാം. ശ്രീരാമന് 2 കൈ നൽകാം, 4 കൈ നൽകാം, 8 കൈ നൽകാം. 2 കൈയാണെങ്കിൽ അമ്പും വില്ലും നൽകും. 4 കൈയിലാണെങ്കിൽ രാമനാരായണ വിഗ്രഹമാണ്. വിഷ്ണുവിനെ 24 രൂപത്തിൽ പ്രതിഷ്ഠിക്കാം. കതിരൂരിൽ സൂര്യനാരായണനാണ്, ഇവിടെ രാമനാരായണനാണ്. അതുകൊണ്ട് ശംഖുചക്ര ഗദ ഇവിടെ പത്മമില്ല, പകരം വരദാണ്. ശംഖുചക്ര 4 കൈകളിൽ ശംഖുചക്ര പത്മത്തിന് പകരം വരദവും ഗദയും കൊടുത്തിരിക്കുന്നു. ശ്രീരാമനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവിടെ. ഖരനിഗ്രഹം നടത്തിയതിന് ശേഷമുള്ള ശ്രീരാമൻ എന്നാണ്. ഖരനെയും ദൂഷണനെയും ഇവിടുന്ന് കൊന്നു. സീതയെ ഒരു ഗുഹയിൽ കാവലിരുത്തി. പുരാണത്തിൽ പറയാണ്, രാമായണത്തിൽ പറയാണ്, സീതയെ കാവലിരുത്തി. സീതയെ കാവലിരുത്തിയ സ്ഥലം ഏതാണ്? അത് സീതയെ കാവലിരുത്തിയത് പൊക്കണശ്ശേരി. പൊക്കണം വെച്ച് സീതയെ കാവലിരുത്തി, ഗുഹയിൽ കാവലിരുത്തി ലക്ഷ്മണനെ കാവലി ഏൽപ്പിച്ചു. പൊക്കണം വെച്ച സ്ഥലം പൊക്കണശ്ശേരിയായി. അവിടെ സീതാദേവി ക്ഷേത്രമുണ്ട്, ലക്ഷ്മണന് സങ്കല്പമുണ്ട്, അവിടെ ഗുഹയുണ്ട്. അവിടെ പഴയകാലത്ത് ഇവിടുത്തെ തന്ത്രി പോയാൽ ഇന്ന് കിണർ കാണുന്ന സ്ഥലത്ത് ഒരു തടാകം പോലെയായിരുന്നു. തന്ത്രി അതിനകത്തിറങ്ങി പൂജ ചെയ്യണമെന്നാണ്. അവിടുത്തെ ഗുഹയിൽ നിന്ന് പുറപ്പെട്ടാൽ തിരുവങ്ങാട് ക്ഷേത്രത്തിനകത്ത് രഹസ്യമായ ഇവിടുത്തെ മണിക്കിണറിലെ ഗുഹയിലെത്താമെന്ന് പഴയൊരു ചരിത്രമുണ്ട്. അത് ശരിയാണെന്ന് സ്ഥാപിക്കുന്ന വിധത്തിൽ മണിക്കിണറിനകത്ത് ഒരു ഭാഗത്ത് ഒരു ഗുഹാമുഖം കെട്ടി അടച്ചിട്ടുമുണ്ട്. പഴയകാലത്ത് പടയോട്ടക്കാലത്ത് ഇവിടുത്തെ ശാന്തിക്കാർ പേടിച്ച് ഓടിക്കളഞ്ഞപ്പോൾ സർവ്വശാന്തിക്കാരും പേടിച്ച് ഓടിക്കളഞ്ഞത്രേ. ദേവന് വിളക്ക് വെക്കാൻ ആളില്ല. ഒരു ശാന്തിക്കാരൻ ധൈര്യപൂർവ്വം ഇവിടെ നിന്നു. അദ്ദേഹം കിണറിൽ ഇറങ്ങിയിട്ട് ഈ ഗുഹയിലാണത്രേ ഒളിച്ചത്. രാത്രിയിൽ പുറത്തു വന്നിട്ട് വിളക്ക് വെക്കും. ഒരു പഴയ കഥയാണത്. അപ്പം വളരെ കൃത്യമായ ബന്ധമാണ് പൊക്കണശ്ശേരിയും അതുപോലെ തന്നെ ഈ ക്ഷേത്രമായിട്ടുള്ളത്. അവിടെ ചുറ്റമ്പലമുള്ള ക്ഷേത്രമായിരുന്നു, പിന്നീട് പൊളിച്ചതാണ്. ഇന്നും സീതാദേവി പ്രതിഷ്ഠയുണ്ട്. അവിടെ അകത്ത് പുരുഷന്മാരും സ്ത്രീകളും പുറത്ത് സ്ത്രീകളും വിളക്ക് വെക്കും. ഇവിടുത്തെ തന്ത്രി ഉത്സവം കഴിഞ്ഞാൽ ഇവിടുത്തെ തന്ത്രി പോയിട്ട് അവിടെ പല ചടങ്ങുകളും ചെയ്യാനുണ്ട്. സീതാദേവി ഇരുത്തി പൊക്കണം വെച്ച സ്ഥലം എന്നുള്ള സങ്കല്പമാണ്. ഖരനെ നിഗ്രഹിക്കാൻ വേണ്ടി ശ്രീരാമൻ ഖരനെയും ദൂഷണനെയും അവരുടെ 12,000 പടയെയും നിഗ്രഹിച്ച സ്ഥലം, സങ്കല്പം. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഖരവധം കഥകളി പാടില്ല. പണ്ടൊന്നും ഒരു ഖരവധം കഥകളി കളിച്ചു. അതിൽ രാമന പോർ വിളിക്കുന്നൊരു രംഗമുണ്ട്, ഖരൻ. അത് വിളിച്ച ഉടനെ തന്നെ ഈ ഖരവേഷം കെട്ടിയ മനുഷ്യന് മാനസിക വിഭ്രാന്തി വന്നിട്ട് ഇയാൾ ഭ്രാന്തനായി മാറി ചിറയിൽ പോയി ചാടിയത്രേ. പിന്നീട് ഒരിക്കലും ഇവിടെ ഖരവധം കളിച്ചിട്ടില്ല. ഏത് കഥയും കളിക്കാം, ഖരവധം മാത്രം ഇവിടെ പാടില്ല. ഇപ്പം ശ്രീരാമ പ്രതിഷ്ഠ ഖരവധത്തിന് ശേഷം ശാന്തനായി നിൽക്കുന്ന ശ്രീരാമനാണെന്നാണ് സങ്കല്പം.
പക്ഷേ ലക്ഷണയുക്തമായ വിഗ്രഹം, മന്ദഹാസ സമേതന, തൂമന്ദഹാസാണ്. ശ്രീരാമനെ എങ്ങനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മുടെ ശില്പശാസ്ത്രം പറയുന്നുണ്ട്. വിരിഞ്ഞ മാറായിരിക്കണം, യുവത്വത്തിൻ്റെ പ്രസരിപ്പ് വേണം, നല്ല മസിലായിരിക്കണം, മുഖത്ത് മന്ദഹാസം വേണം, അധിക ആഭരണം വേണ്ട. സർവാഭരണ വിഭൂഷിതനാണ്, പക്ഷെ അധിക ആഭരണം വേണ്ട, അധിക ആഭരണം ഇഷ്ടമല്ല. പിന്നെ ശരീരത്തിൻ്റെ ഘടന എങ്ങനെയായിരിക്കണം? സമപാദം, നേരെ നിൽക്കുന്ന രൂപത്തിലെ, ഇവിടെ ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന രൂപത്തില. രണ്ടാമത്തേത് ദശതാലത്തില. ഉത്തമ ദശതാലാണോ മധ്യമ ദശതാലാണോ എനിക്കറിയില്ല, കാരണം അകത്ത് പോയി നോക്കാൻ എനിക്ക് അധികാരമില്ല. പക്ഷെ ദശതാലമാണെന്ന് എനിക്കറിയാം, കാരണം ഇവിടുത്തെ ശ്രീരാമ വിഗ്രഹത്തിൻ്റെ ആദ്യത്തെ ഫോട്ടോ എടുപ്പിച്ചത് ഞാനാണ്. ഒരു നമ്പൂതിരിയെ പഠിപ്പിച്ചിട്ട് ഫോട്ടോഗ്രാഫി പഠിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഒരു പടം എടുപ്പിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ആ ഫോട്ടോഗ്രാഫി വെച്ചുകൊണ്ട് ഇതിൻ്റെ താലമാന പ്രമാണം അളന്നിട്ടുണ്ട്. ഏത് വിഗ്രഹം പണിയുമ്പോഴും അതിൻ്റെ ഒരു കൃത്യ കണക്കുണ്ട്. നമ്മൾ മനുഷ്യൻ്റെ അളവ് തലയുടെ 8 ഇരട്ടിയ ശരീരം, നമ്മുടെ തലയുടെ 8 ഇരട്ടിയാണ് നമ്മുടെ ശരീരം. ഞങ്ങൾ ചിത്രകാരന്മാർ വരക്കുമ്പോൾ 7.5 ഇരട്ടിയാണ് വരയ്ക്കുക. കാരണം കാല് ഇങ്ങനെ വെക്കില്ല, പതിച്ചിട്ടാണ് വെക്കുക, അപ്പോൾ അരയെ കാണുള്ളൂ. തലയുടെ 8 ഇരട്ടി. തല എന്ന് പറഞ്ഞാൽ താടി മുതൽ മേൽനെറ്റി വരിക, മേൽഭാഗമില്ല. അതിൻ്റെ അളവെന്താണെന്ന് ചോദിച്ചാൽ ചുണ്ടുവിരൽ മുതൽ ചെറുവിരൽ വരെ ഇങ്ങനെ പിടിക്കുന്ന ദൂരമാണ്. നമ്മുടെ ഒരാളുടെ കൈപ്പത്തി അയാളുടെ മുഖത്തിൻ്റെ വലിപ്പമായിരിക്കും, വളരെ കൃത്യമാണ്. അതിനെ 12 അംശിക്കും, അതാണ് ഒരു അങ്കുലം. അങ്ങനെ മനുഷ്യൻ്റെ തലയുടെ 8 ഇരട്ടിയാണ് മനുഷ്യൻ്റെ ശരീരം. പക്ഷെ ദേവനെ ആ രൂപത്തിലുണ്ടാക്കിയാൽ ദേവൻ മനുഷ്യനായിപ്പോകും. അതുകൊണ്ട് ദേവന് ഇതിൻ്റെ അളവ് മാറ്റും, താലമാന പ്രമാണം എന്നാണ് പറയുക. ശ്രീരാമനെ പ്രതിഷ്ഠിക്കുക, നല്ല ഉത്തമ ശ്രീരാമ വിഗ്രഹമാണെങ്കിൽ തലയുടെ 10 ഇരട്ടി വേണമെന്നാണ്. നമ്മുടെ ഇത് ഉത്തമ ശ്രീരാമ വിഗ്രഹം, തലയുടെ 10 ഇരട്ടിയുണ്ട്. പക്ഷെ അതിൽ തന്നെ ദശതാലം, 10 ഇരട്ടി. താലം എന്നാണ് പറയുക, താളം എന്നാണത്. തലയുടെ മറ്റൊരു പേരാണ് താളം. തല തെറ്റിയ താളം തെറ്റും. ഇത് കൃത്യമായ അളവാണ് ശരീരത്തിനെ അംശിച്ചിട്ടെടുക്കുന്നത്. ഇവിടെ ദശതാലത്തിലാണ് ശ്രീരാമൻ്റെ വിഗ്രഹം, ഉത്തമ ദശതാല. പുരുഷശിലയിലാണ് പണിതിരിക്കുന്നത്. താഴെ ശക്തിയുടെ പര്യായമായിട്ട് ഹനുമാനിരിക്കുക, ആഞ്ജനേയൻ. ഹനുമാൻ എങ്ങനെയൊക്കെ പണിയണമെന്ന് കൃത്യമായിട്ട് ശില്പശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഹനുമാനെ ഈ ആഞ്ജനേയനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം എന്താണ്? കാര്യസാധ്യം, അനുഗ്രഹം, ശത്രുത ഇല്ലാതാകുക. ശത്രുത ഇല്ലാതാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചില ക്ഷേത്രങ്ങളിൽ ഈ ശത്രു സംഹാര പൂജ എന്ന് പറയുന്ന സാധനങ്ങൾ കാണാം, സിനിമയിലൊക്കെ കേൾക്കാം. സത്യത്തിൽ അങ്ങനെ ഒരു പൂജയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു പുരാണത്തിലും ഞാൻ കണ്ടിട്ടില്ല. കാരണം ദൈവത്തിന് ഞാനായാലും എൻ്റെ ശത്രുവായാലും ദൈവത്തിൻ്റെ മുന്നിൽ ഒന്നാണ്. ദൈവത്തിന് നമ്മൾ കുറേ ഒരു വഴിപാട് കഴിച്ചിട്ട് പറയാം എൻ്റെ ശത്രുവിനെ സംഹരിക്കണം. ദൈവത്തിൻ്റെ ജോലിയാണോ ഇത്? ഒരു വഴിപാട് കഴിച്ചിട്ട് ശത്രുവിനെ ശരിയാക്കി കളയാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഇത്? ദൈവത്തിന് ആരാണ് നല്ല മനുഷ്യനെന്ന് ദൈവത്തിന് അറിയാം. ശത്രു സംഹാരമല്ല, കൃത്യമായി പറയുന്നുണ്ട് ശത്രുതാ സംഹാര. നിങ്ങളോട് ശത്രുതയുള്ള ഒരു മനുഷ്യന്, എന്നോട് ശത്രുതയുള്ള ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾക്ക് എന്നോടുള്ള ശത്രുത പോകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിനാണ് വഴിപാട് ചെയ്യുന്നത്, അല്ലാണ്ട് ശത്രുവിനെ ഇല്ലാതാക്കാനല്ല, ശത്രുത ഇല്ലാതാക്കാനാണ്. ആഞ്ജനേയൻ ശത്രുതയെ ഇല്ലാതാക്കുന്ന ദേവനാണ്, അത്ഭുതാനുഭവങ്ങൾ നൽകുന്നതാണ്. പ്രത്യേകം പറയുന്നുണ്ട് ആഞ്ജനേയൻ്റെ ഫലത്തിൽ, ഐക്കണോഗ്രഫിയിൽ പ്രത്യേകം പറയുന്നുണ്ട് അത്ഭുതാനുഭവങ്ങൾ നൽകുന്ന മനുഷ്യനാണ്. അത്ഭുതം നൽകും, നിങ്ങൾക്ക് വിചാരിക്കാതെ അത്ഭുതങ്ങൾ കാണിച്ചു തരും ആഞ്ജനേയൻ. പുറത്തേക്ക് വന്നാലോ, തെക്ക് ഭാഗത്ത് സപ്തമാതൃക്കൾ, 7 അമ്മമാരെ, 7 മാതാക്കളെ, ബ്രാഹ്മണി, ബ്രഹ്മാവിൻ്റെ സ്ത്രീരൂപം, വിഷ്ണുവിൻ്റെ സ്ത്രീരൂപം കിടക്കുന്നു, വൈഷ്ണവി, മഹേശ്വരൻ്റെ സ്ത്രീരൂപം മാഹേശ്വരി, വാരാഹി വരാഹത്തിൻ്റേത്, ഇന്ദ്രാണി, 7 സ്ത്രീരൂപങ്ങളാണ് അവിടെ. ഈ 7 സ്ത്രീരൂപം കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? അവിടെ ഗണപതിയാണ്. 7ൻ്റെ കൂടെ വേറെയും കാണാം നമുക്ക്. ഒന്ന് ഗണപതിയാണ്.
7 ശിലകൾ. 8ാമത്തെ ശില ഒന്ന് ഗണപതി. ഗണപതിക്ക് ഇവിടെ ഗണപതി എന്നേ പറയുള്ളൂ. ഉത്തരേന്ത്യയിലാണെങ്കിൽ മധ്യപ്രദേശിലൊക്കെ പോയാൽ അവിടെ പറയാ വിനായകൻ എന്നല്ല, വിനായകി എന്നാണ് പറയുക. സ്ത്രൈണ ഗണപതിയാണ്. ഗണപതിക്ക് സ്ത്രീരൂപമുണ്ട്. ഈ ഭാഗത്ത് അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ കുറ്റിയാടിക്കടുത്ത് പാറയിൽ എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. പാറയിൽ ക്ഷേത്രത്തിൽ പോയാൽ പഴയ കടത്തനാട്ട തമ്പുരാക്കന്മാരുടെ ക്ഷേത്രം, അവിടുത്തെ ചുമരിൽ കാണാം സ്ത്രൈണ ഗണപതി. നിറഞ്ഞ മാറോടുകൂടിയിരിക്കുന്ന സ്ത്രീരൂപത്തിലുള്ള ഗണപതിയെ കാണാം അവിടെ. വിനായകി എന്നാണ്. പിന്നെ വീരഭദ്രനാണ്. സപ്തമാതൃക്കൾ 7 അമ്മമാരുടെ കൂടെ വീരഭദ്രനും ഇരിക്കുന്നുണ്ട് അവിടെ. ക്ഷേത്രത്തിൻ്റെ പുറകിൽ പോയാൽ കാണാം നിങ്ങൾക്ക്. അവിടെ വനശാസ്താവുണ്ട്. സത്യത്തിൽ പഴയ കാലത്ത് ഗണപതിയെ വെച്ചിരുന്നു, പക്ഷെ വനശാസ്താവിൻ്റെ മാത്രം സ്ഥാനമല്ലത്. പിന്നെ നമുക്ക് പിൽക്കാലത്ത് മാറ്റി പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളുണ്ട്. പിന്നെ നമസ്കാര മണ്ഡപത്തിൽ സാക്ഷാൽ കോട്ടയം നമ്പൂരാൻ്റെ ശ്രീമൂർക്കലി. കോട്ടയം നമ്പൂരാൻ്റെ ശ്രീമൂർക്കലി ഇവിടെ വന്നത് ഒരു മത്സരത്തിൻ്റെ ഭാഗമെന്നാണ് പറയുക. മുഴക്കുന്ന് ക്ഷേത്രത്തിലെ വാദ്യക്കാരനായ മാരാരോട് ഇവിടുത്തെ ശാന്തിക്കാരൻ ചോദിച്ചു, വലിയ ദേവീ ഭക്തനാന്ന് കേട്ടിട്ടുണ്ട്, വരുമ്പം വിളിച്ചുകൂടായിരുന്നോ, ഇങ്ങോട്ട് കൂട്ടിക്കൂടായിരുന്നോ? അപ്പോൾ പറഞ്ഞു, കൂട്ടിയിട്ട് വരാം, പക്ഷെ സ്ഥാനം കൊടുക്കേണ്ടത് നിങ്ങളല്ലേ, കൊടുക്കുമോയെന്ന് ചോദിച്ചു. വന്നാൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം പാണി കൊട്ടി വിളിച്ചു എന്നാണ്. ബീജമന്ത്രാക്ഷരം കൊട്ടുന്നതാണ് പാണി. രാവിലെ ഇവിടെ ഉണർത്തുന്നത് തിമിലപ്പാണി കൊട്ടിക്കൊണ്ടാണ് ഇവിടെ ഉണർത്തിയിരുന്നത്, ശ്രീരാമനെ ഉണർത്തിയിരുന്നത്. തിമിലപ്പാണി ശിവന്റെ കയ്യിലുണ്ടായിരുന്ന ഉടുക്കുണ്ടല്ലോ, ആ ഉടുക്കിനെ വലിച്ചു നീട്ടിയതാണ് തിമിലപ്പാണി. തിമിലപ്പാണിയിൽ ബീജാക്ഷരം കൊട്ടിയിട്ടാണ് ഇദ്ദേഹം വിളിച്ചു വരുത്തിയത്. കാളി വന്നു, പോർക്കലി വന്നു. സ്ഥാനം കൊടുക്കാൻ മണ്ഡപമില്ല, അതുകൊണ്ട് നമസ്കാര മണ്ഡപത്തിൽ അവിടെ ഒരു തൂണിനോട് ചേർത്ത് സ്ഥാനം കൊടുത്തു. നിവേദിക്കാൻ നേരമില്ല, ഭക്ഷണം പാകം ചെയ്യാൻ നേരമില്ല നിവേദ്യച്ചോറിന്. കാരണം പോർക്കലിയ ദേഷ്യത്തോടെയാണ് വരുന്നത്. ഉടനെ നനഞ്ഞ അരിവാരി മുന്നിൽ വെച്ച് കൊടുത്തു. ഇപ്പോഴും ഭഗവതിക്ക് നനഞ്ഞ അരിയ വെച്ച് കൊടുക്കുക, അരിത്തിലാവലാണ്. എങ്ങനെ നോക്കുക, നമ്മളൊരു സംസ്കാരത്തിൻ്റെ പാത എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? നനഞ്ഞ അരിയ ഭഗവതി. അത് കഴിഞ്ഞു. ഈ മനുഷ്യൻ താമസിച്ച സ്ഥലം എവിടെയാണെന്നറിയാം? ഈ ഭഗവതിയെ കൊണ്ടുവന്നു എന്ന് പറയുന്ന മാരാര് താമസിച്ച സ്ഥലം ക്ഷേത്രത്തിൻ്റെ തൊട്ട് തെക്കുഭാഗത്ത് കൂനുവീട് എന്ന് പറയുന്ന വീടാണ്. ഇപ്പം അവിടെ താമസിക്കുന്ന ആർക്കും ഇത് അറിയുമെന്ന് എനിക്കറിയില്ല. കൂനുവീട്ടിലായിരുന്നു ഈ മനുഷ്യൻ താമസിച്ചത്. ഇപ്പം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ദേവന്മാരും ഉപദേവന്മാരുമായിട്ട് നമുക്ക് ഓരോ ദേവന്റെ വരവിലും ചരിത്രം കാണാം. ലക്ഷണയുക്തമായൊരു ക്ഷേത്രമാണ്. കാരണം കൃത്യമായിട്ട് ദശതാലത്തിൽ ഹനുമത് വിഗ്രഹം ഏകാദശതാല 11 താലത്തിൽ തലയുടെ 11 ഇരട്ടിയിലാണ് ഹനുമത് വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. പഞ്ചലോഹ വിഗ്രഹം ഉണ്ടാക്കാൻ 8 തരം സാധനങ്ങളുണ്ട്. ശിലയുണ്ട്, ലോഹമുണ്ട്, പാഷാണമുണ്ട്, ധാന്യപ്പൊടികളുണ്ട്, കളിമണ്ണ് ഉപയോഗിക്കാം. കടുശർക്കര എന്ന് പറയുന്ന 8 തരം കൂട്ടുകൾ ഇടിച്ചു പിഴിഞ്ഞ് ഔഷധങ്ങൾ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക സിമെൻ്റ് ഉണ്ടാക്കാം, ഒരു പ്രത്യേക മോർട്ടാർ. കടുശർക്കര പ്രയോഗം എന്നാണ് പറയുക. അതിനെക്കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കും. വളരെ ഫലവത്തായ വിഗ്രഹമാണെന്നാണ്. ഇവിടെ നമുക്ക് ശിലാവിഗ്രഹമാണ് ശ്രീരാമൻ്റേത്, പഞ്ചലോഹ വിഗ്രഹമാണ് മറ്റുള്ളതൊക്കെ. വളരെ ലക്ഷണയുക്തമായ വിഗ്രഹമാണ്. ഇവിടുത്തെ ആറാട്ട് വിഗ്രഹം അതിമനോഹരമാണ്. ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന വിഗ്രഹം അതിമനോഹരമാണ്. ഏറ്റവും ലക്ഷണയുക്തമായ വിഗ്രഹങ്ങളാണ്. വിഗ്രഹങ്ങൾ തൊട്ടു നോക്കാൻ പറ്റിയില്ലെങ്കിലും വളരെ അടുത്തു നിന്ന് നോക്കാനും ആ വിഗ്രഹങ്ങളുടെ ഫോട്ടോഗ്രാഫ് എടുത്തുകൊണ്ട് അതിന് സൂക്ഷ്മമായിട്ട് താലമാനം ശ്രമിച്ചു നോക്കിയ ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ നമസ്കാര മണ്ഡപത്തിലെ കൊത്തുപണികൾ. ഞാൻ അടുത്ത ഒരു 2 മാസം മുൻപേ ഞാൻ ഇന്ന് പരിയാരത്ത് താമസിക്കുന്ന ചെറുപ്പക്കാരനായ ഒരു ക്ഷേത്രശില്പി, അദ്ദേഹം 200-ലേറെ കിംപുരുഷൻ കൊത്തിയിട്ടുണ്ട്. ആലക്കോട് മഹാരാജാവ് ക്ഷേത്രശില്പിക്കുള്ള പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനാണ് 5 വർഷം മുമ്പേ ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രശില്പികൾക്കുള്ള ഏറ്റവും വലിയ പുരസ്കാരം കൊടുത്ത് ആദരിച്ചത്. പരിയാരത്ത വീട്. പരിയാരം ശില്പികളുടെ പാരമ്പര്യം ക്ഷേത്രശില്പാണ്. അവർക്ക് ഉപനയനം കഴിഞ്ഞ് അവർക്ക്
വർമ്മ സ്ഥാനമുണ്ട്. പേരിൻ്റെ കൂടെ ഗോദവർമ്മ, കേരളവർമ്മ എന്നൊക്കെ പേര് കാണാം. കാരണം രാജാവ് സ്വന്തം പേര് തുല്യം ചാർത്തി കൊടുത്തതാണ്. അത്ര അനുഗ്രഹീതരാ. ആ ഒരു ക്ഷേത്രശില്പിയെ ഞാനിവിടെ കൊണ്ടുവന്നു 2 മാസം മുമ്പേ. നമസ്കാര മണ്ഡപത്തിൽ കയറി അവർക്ക് കയറി നോക്കാനുള്ള അധികാരമുണ്ട്. ഞാനൊരു വലിയ ടോർച്ച് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു ഓരോ ശില്പവും. ഈ മനുഷ്യൻ 10 മിനിറ്റ് നേരം നോക്കാം എന്ന് പറഞ്ഞ മനുഷ്യൻ ഉച്ചയായിട്ടും പോകുന്നില്ല. 3 ദിവസം മുമ്പേ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ 2 ജ്യേഷ്ഠന്മാരെയും കൂട്ടി വരുന്നുണ്ട്, ഒന്നും കൂടി കാണാനുള്ള അനുമതി വാങ്ങിച്ചു തരുമോ? എന്നോട് പറഞ്ഞു, ഇതെന്തു മഹാമേളയായി ഇത്. ഞങ്ങൾ ഒരു ശില്പം കൊത്താൻ വേണ്ടി വാങ്ങുന്ന കാശ് കണക്കാക്കുകയാണെങ്കിൽ ഇതിപ്പോഴും 100 കോടി രൂപക്കുണ്ട്. അതിശയോക്തിയല്ല പറഞ്ഞത്, 100 കോടി രൂപക്കുണ്ട്. ഈ മനുഷ്യൻ പറയാണ്. ഇത് കേൾക്കുമ്പോൾ, ഇത് കേട്ട ആൾക്കാർ ഈ അമ്പലത്തിൽ ജീവനക്കാരുണ്ട്. പരിഹാര സമ്പ്രദായം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ ഇത് പരിഹാര ശില്പികളല്ല ചെയ്തത്. ഇത് വളരെ പൗരാണികമായ ശില്പങ്ങളാണ്. ദക്ഷിണ കേരളത്തിലും മധ്യ കേരളത്തിലും കാണുന്ന ശില്പ സമ്പ്രദായമാണിത്. ഞാൻ സൗഭാഗ്യവശാൽ എനിക്കൊരു ഭാഗ്യം കൈവന്നിരുന്നു. ഏണി വെച്ച് കയറി നമസ്കാര മണ്ഡപത്തിലെ മുഴുവൻ ശില്പങ്ങളും കാണാനും ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് തന്നിരുന്നു ഒരു കാലഘട്ടത്തിൽ. സത്യത്തിൽ ഞാൻ അമ്പരന്നു പോയി. ശ്രീരാമൻ കയ്യിലെടുത്തിയ വില്ലുണ്ടല്ലോ, വില്ലിൻ്റെ ഞാണ്, ശ്രീരാമ വിഗ്രഹത്തിൻ്റെ ശില്പങ്ങളിലെ വില്ലിൻ്റെ ഞാണ് ഒറ്റ നിരത്ത് കുഴിച്ചെടുത്തിരിക്കുക. അതിൻ്റെ കെട്ട് ത്രെഡ് അറ്റത്ത് കൊണ്ടുവന്ന് കെട്ടുന്നുണ്ട്, വില്ലിൻ്റെ വില ചുരുട്ടി കെട്ടുന്നുണ്ട്. ഞാൻ കൈകൊണ്ട് തൊട്ട് നോക്കിയിരുന്നു, ഇത് ശരിക്കും കെട്ടിയത് തന്നെയാണോ? മരത്തിൽ കുഴിച്ചെടുത്തതാണ്. ദേവശില്പികളാണ് സത്യത്തിൽ ചെയ്തത്. കർമ്മം ധ്യാനാക്കിയ മനുഷ്യർ. എവിടെ നിന്നാണ് ഇവരിത് പഠിച്ചത് അറിയില്ല. മഹാശില്പികളാണ് ഇത് മുഴുവൻ. രാമായണത്തിലെ തെക്ക് ഭാഗത്ത് നിന്ന് തുടങ്ങുന്നു. ആരണ്യകാണ്ഡത്തിൽ കഥ തുടങ്ങുക. പിന്നീട് കിഷ്കിന്ധാകാന്ഡം വരുന്നു, യുദ്ധകാന്ഡം വരുന്നു, സുന്ദരകാന്ഡം വരുന്നു. പട്ടാഭിഷേകത്തോടുകൂടി അവസാനിപ്പിക്കുക. ആയിരക്കണക്കിന് ശില്പങ്ങളാണ്, കഥാനുസാര ശില്പം. രാമായണത്തിലെ കഥ പറയുക. വാൽമീകി രാമായണം അല്ല എടുത്തിരിക്കുന്നത്, കൂടുതൽ എടുത്തിരിക്കുന്ന അധ്യാത്മരാമായണ. കാരണം 15-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം, അധ്യാത്മരാമായണം പുറത്തു വന്നപ്പോഴാണ് കേരളത്തിൽ രാമായണത്തിന് പ്രാധാന്യം കൂടിയത്. മലയാള ഭാഷയും എഴുത്തച്ഛനും അധ്യാത്മരാമായണം കൊണ്ടാണ് സത്യത്തിൽ മലയാളിയുടെ മനം കവർന്നത്. അനേക രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാൽമീകി രാമായണമുണ്ട്, കമ്പരാമായണമുണ്ട്, അധ്യാത്മരാമായണമുണ്ട്, അദ്ഭുത രാമായണമുണ്ട്. അദ്ഭുത രാമായണം എന്ന് പറയുന്ന രാമായണമുണ്ട്. അനേക രാമായണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കാണുന്നത് 2-3 രാമായണങ്ങളിലെ ഭാഗങ്ങളുണ്ട്. വാൽമീകി രാമായണത്തിലുണ്ട്, അതുപോലെ തന്നെ ഈ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ നിന്നുള്ള അധ്യാത്മരാമായണത്തിലുള്ള ഭാഗങ്ങൾ അതിമനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുക. ഓരോ കഥാപാത്രത്തിൻ്റെയും മുഖഭാവം കണ്ട അമ്പരന്നു പോകും. സീതയ്ക്ക് ഹനുമാൻ കൊണ്ടുപോയിട്ട് അങ്കുലി മുദ്ര സമർപ്പിക്കുക. ജടായുവിനെ കൊത്തിവെച്ചിരിക്കുന്നു. 1000 തലയുള്ള 10 തലയുള്ള രാവണൻ്റെ കൈകൾ 20 കൈകൾ. അത്ഭുതത്തോടു കൂടിയേ നമുക്ക് ഓരോ ശില്പവും കാണാൻ പറ്റുള്ളൂ. ശില്പങ്ങളുടെ മഹാമേളയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ എത്ര തിരുവങ്ങാടുകാർ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം താഴെ നോക്കിയാൽ കാണുകയില്ല, ഇരുടാണ്. പുക കൊണ്ട് മുഴുവൻ ശില്പങ്ങളും കറുത്തുപോയിരിക്കുന്നു. പക്ഷെ പുക കൊണ്ടതായതുകൊണ്ടായിരിക്കാം അത് ചെതൽ വരാതെ നിൽക്കുന്നുണ്ട്. ശ്രീകോവിലിൻ്റെ മേൽഭാഗത്ത് ചെതൽ കയറിയിട്ടുണ്ട്. ചെതലിനെ സൃഷ്ടിച്ച ബ്രഹ്മാവാണ്. ചെതലിനെ സൃഷ്ടിച്ചെന്തിനാണെന്നറിയോ? ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരൻ തപസ്യയിട്ട് വരന്നിടുന്നു, എന്നെ ആരും കൊല്ലരുത്. അപ്പോൾ ശിവൻ പറഞ്ഞു, അത് പറ്റില്ല, ആരെങ്കിലും ഒരാൾ കൊല്ലണ്ടേ. എന്നാൽ എന്നെപ്പോലെ കുതിരത്തലയുള്ള ഒരാൾക്ക് കൊല്ലാം. അപ്പോൾ കുതിരത്തലയുള്ള ഒരാൾ വേണം. ഈ അസുരന് ശക്തി വന്നപ്പോൾ ഇയാളെ കൊണ്ട് രക്ഷയില്ലാതായപ്പോൾ വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണു യുദ്ധം ചെയ്തു. അവസാനം വിഷ്ണു പരാജയപ്പെട്ട അവസ്ഥയിലായി. വിഷ്ണു തളർന്ന ഒരു സ്ഥലത്തിരിക്കുക. അപ്പം വില്ല് ഉറക്ക് വന്നിട്ട് തളർന്ന് ക്ഷീണത്തോടെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. വില്ല് കുത്തിപ്പിടിച്ചത് കഴുത്തിനാണ്. വില്ലിങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ട്. ഹയഗ്രീവനെ വധിക്കാണ്ട് പറ്റില്ല. അപ്പോൾ വിഷ്ണുവിനെ ഉണർത്താൻ വേണ്ടി എന്താ മാർഗം? മുട്ടി വിളിച്ചാൽ ഉണർത്താൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം ഉണർത്താൻ ഒരു വിദ്യ കണ്ടുപിടിച്ചു ബ്രഹ്മാവ്. ചെതലിനെ ഉണ്ടാക്കിയിട്ട് അയച്ചു. അതിൻ്റെ ഞാൻ അങ്ങോട്ടേക്ക് കരണ്ട് തിന്നോളാന്ന് പറഞ്ഞു. ഞാൻ തിന്നപ്പോഴും വില്ല് നീർന്നു എന്ന് മാത്രമല്ല, വിഷ്ണുവിൻ്റെ വില്ലാണിത്.
ലോകം മുഴുവൻ കിടുകിട വർപ്പിക്കുന്ന ഭീകരമായ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് വില്ല് നിവരുകയും വിഷ്ണുവിൻ്റെ തല തെറിച്ചുകയും ചെയ്തു. ബ്രഹ്മാവ് കാണുന്ന തലയില്ലാത്ത വിഷ്ണുവിൻ്റെ കബന്ധം മാത്രം. ഇനി എന്താ ചെയ്യുക? അപ്പോഴാണ് ആലോചിച്ച്, ഈ മനുഷ്യനെ കൊല്ലാൻ ഒരു രൂപമുണ്ടല്ലോ, കുതിരത്തല വേണമല്ലോ. അടുത്തുള്ളൊരു കുതിരയുടെ തല വെട്ടിയിട്ട് വിഷ്ണുവിൻ്റെ ശരീരത്തിന് വെച്ചു കൊടുത്തു. വിഷ്ണു ഈ രാക്ഷസനെ കൊന്നു. പുരാണത്തിൽ എന്ത് മനോഹരമായിട്ടാണ് കഥ പറയുന്നത് നോക്കുക. അപ്പം വിഷ്ണു ഹയഗ്രീവൻ രൂപം കൈക്കൊണ്ടു. വിഷ്ണുവിൻ്റെ വിഗ്രഹ രൂപങ്ങളിൽ ഒന്ന് ഹയഗ്രീവനാണ്. നമ്മുടെ ക്ഷേത്ര ചുമരിലുണ്ട് ഹയഗ്രീവൻ. ഹയഗ്രീവൻ്റെ തല പോയതുമുണ്ട്, കുതിരത്തല വെച്ചതുമുണ്ട്. പിന്നെ നമ്മുടെ തല കളഞ്ഞതാരാണെന്നറിയോ? ഇവിടെ വൈറ്റ് വാഷ് ചെയ്തവർ. വലിയ മുളയുടെ അറ്റത്ത് മടല് കെട്ടിയിട്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കാണാറുണ്ട്. വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ ഈ വിഗ്രഹങ്ങളുടെ ശില്പങ്ങളുടെ സുധാശില്പം എന്ന് പറയുക, ചുമരിൽ പിടിപ്പിച്ചിരിക്കുന്നത് കുമ്മായ ചാന്ത് കൊണ്ട് പ്രത്യേക തരത്തിലുള്ള ഈ കുമ്മായം, ശർക്കര, ചില മരങ്ങളുടെ എക്സ്ട്രാക്റ്റ്, കടുക്ക, മണൽ, ഇതൊക്കെ അരച്ചെടുത്തുണ്ടാക്കുന്ന ഒരു പ്രത്യേക കൂട്ടുകൊണ്ടാണ് ശില്പങ്ങൾ ഉണ്ടാക്കി ചുമരിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ശില്പങ്ങൾ സുധാശില്പം എന്നാ പറയുക. പുരാണ കഥകൾ, ദേവീഭാഗവതമാണ് ഇവിടെ കൂടുതലും കാണുന്നത്. ദേവീഭാഗവതത്തിലെ കഥകൾ പറയുന്ന ഈ ശില്പങ്ങളിൽ ചുണ്ണാമ്പ് തേക്കുമ്പോൾ ശില്പത്തിൻ്റെ കക്ഷത്തൊക്കെ ചുണ്ണാമ്പ് തേക്കാൻ ഇയാൾ ചെയ്തത് ബക്കറ്റിൻ്റെ അടിയിൽ നിന്ന് ചുണ്ണാമ്പ് കോരിയെടുത്തിട്ട് കുത്തുകയില്ല. അങ്ങനെ കുത്തുമ്പോൾ ഇവിടുത്തെ പല ശില്പങ്ങളുടെയും കൈ പോയിട്ടുണ്ട്, കാല് പോയിട്ടുണ്ട്. ഈ ഹയഗ്രീവൻ മാത്രമല്ല, ചെതലല്ല, വൈറ്റ് വാഷ് ചെയ്താലും ഇവിടുത്തെ ഹയഗ്രീവൻ്റെ തല കൊണ്ടുപോയിട്ടുണ്ട്. വളരെ മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ചുമരിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടത് പോയി. അത് മുഴുവൻ അടർത്തി നോക്കിയാൽ, ഈ ഇവിടുത്തെ വൈറ്റ് വാഷ് ചെയ്തത് മുഴുവൻ അടർത്തി കഴിഞ്ഞ അതിമനോഹരമായ ഒരു ശില്പസഞ്ചയം, നമുക്ക് ഭാരതത്തിന് അഭിമാനമായ ശില്പസഞ്ചയം ഇവിടുത്തെ ചുമരിലുണ്ട്. അങ്ങനെ തന്നെ ശ്രീകോവിലിൻ്റെ ചുറ്റിലും കിരാതകഥ പറയുന്ന ദാരുശില്പങ്ങൾ. പിന്നിലൊരു ഉഗ്ര നരസിംഹമുണ്ട്. അത് ശരിക്കും ശില്പശാസ്ത്രത്തിൽ ഏറ്റവും ലക്ഷണയുക്തമായ ഉഗ്ര നരസിംഹമാണ്. അപ്പം വളരെ ശക്തമായ പാരമ്പര്യം, ശില്പ പാരമ്പര്യവും ചിത്ര പാരമ്പര്യവും ഇവിടെയുണ്ട്. എന്ത് പാരമ്പര്യം നമുക്കില്ലാത്തത്? അതുപോലെ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ, വളരെ പ്രത്യേകതയുള്ള ആചാരങ്ങൾ. ഇവിടെ ഉത്സവവുമായി ബന്ധപ്പെട്ട അനേകം ചടങ്ങുകൾക്ക് ഐതിഹ്യങ്ങളുണ്ട്. ഈ സമീപ പ്രദേശത്തെ ക്ഷേത്രങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. 14 ദിവസത്തെ ഉത്സവമായിരുന്നു. ഗ്രാമക്ഷേത്രമാണ്. ഈ ഉത്സവങ്ങൾ ഒരു കാലത്ത് ഇവിടെ എല്ലാം നിന്നുപോയിരുന്നു, ദാരിദ്ര്യം കൊണ്ട്. അങ്ങനെ നിന്നുപോയ കാലത്ത് ഇവിടെ ആനയില്ലാതെ, ഒരു ആന പോലും ഇല്ലാതെ ഉത്സവം നടത്തിയപ്പോഴാണ് പട്ടത്തരാമണ്യമാരാറ് ഒരാനയെ വാങ്ങിയത്, ശങ്കരനാരായണൻ എന്ന ആനയെ. അത് നമ്മുടെ ഈ കേരളത്തിലെ, തെക്കൻ കേരളത്തിലെ ആനകളെക്കുറിച്ച് കഥകൾ എഴുതിയതുപോലെ വടക്കൻ കേരളത്തിലെ ആനക്കഥകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ആന സ്ഥാനം പിടിക്കുകയായിരുന്നു. പിന്നീട് കർണാടകയിൽ വെച്ച് ഈ ആനയെ വെടിവെച്ച് കൊല്ലുന്നു. ആനയുടെ ചരിത്രമൊക്കെ വളരെ ദുഃഖമയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആനയായിരുന്നു ശങ്കരനാരായണൻ. ഉത്തര കേരളത്തിൻ്റെ അഭിമാനമായ ആന. കർണാടക ഫോറസ്റ്റുകാരാണ് പിൽക്കാലത്ത് വെടിവെച്ച് കൊല്ലുന്നത്. പിന്നീട് ഇവിടെ രാമൻകുട്ടി എന്നുള്ള ഒരു ആനയെ കൊണ്ടുവന്നു. നമുക്ക് മറ്റൊരു സങ്കടത്തിൻ്റെ കഥ. ആ ആന അതിൻ്റെ ബാല്യകാലത്ത് തന്നെ ഇവിടുന്ന് ചരിഞ്ഞു. പക്ഷേ നമുക്ക് ഒന്നാം തരം ഉത്സവങ്ങൾ, അതുകൊണ്ട് ഉത്സവത്തിന് ക്ഷീണം വന്ന കാലത്ത് 1940 ഇവിടെ ഉത്സവ കമ്മിറ്റി രൂപം കൊണ്ടു. ഇന്നത്തെ ശ്രീരാമസേവാ സമിതിയുടെ മുൻഗാമി. ഇന്ന് 11 ആനകളോടെ ഉത്സവം നടത്താൻ ശ്രീരാമസേവാ സമിതിക്ക് പറ്റുന്നു. ഒരാന പോലും ഇല്ലാത്ത കാലത്ത് തുടങ്ങി വെച്ചതിൻ്റെ പാരമ്പര്യം. അതൊരു ചെറിയ പാരമ്പര്യമല്ല. അതുകൊണ്ട് ശ്രീരാമസേവാ സമിതി ആഘോഷപൂർവ്വം ഉത്സവം നടത്തലായിരുന്നു ആദ്യത്തെ കർമ്മം. ഇന്നും അത് നിർവഹിക്കുന്നുണ്ട്. ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്, ക്ഷേത്ര ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ. എത്രയോ നല്ല മനുഷ്യർ കടന്നുപോയിട്ടുണ്ട്. അവരുടെയൊക്കെ പേരുകളൊക്കെ ഇവിടെ പറയാൻ പറ്റില്ല, കാരണം സമയമില്ല എന്നുള്ളതാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ നമ്മുടെ മുന്നിലെ കൂടി കടന്നുപോയ മഹാമനുഷ്യരുടെ പേരുകൾ പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷേ ഇവിടെ ഉത്സവം വടക്കു ഭാഗത്ത് വെച്ച് അവസാനിപ്പിക്കാനൊരു കാരണം പറയുന്നുണ്ട്. അതെന്താണെന്നറിയോ? ഇവിടെ എഴുന്നള്ളിയിരുന്ന 14 ദിവസത്തെ ഉത്സവമായിരുന്ന കാലത്ത് എഴുന്നള്ളിച്ച മൂസദിനെ
ആനപ്പുറത്തിരുന്ന മൂസദിനെ കുറുങ്ങോട്ട് നായരുടെ സൈന്യം വെട്ടിക്കൊന്നു ആളുകൾ. വടക്കു ഭാഗത്ത് വെച്ച് ഉത്സവം അവസാനിപ്പിക്കേണ്ടി വന്നു എന്നൊരു പഴങ്കഥയുണ്ട്. ഇപ്പോഴും ഉത്സവം അവസാനിക്കുന്നത് വടക്കു ഭാഗത്താണ്. അതിനി വടക്കേടം ക്ഷേത്രത്തിലെ ശിവനെ മാനിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ മൂസദിനെ വെട്ടിക്കൊന്നതിൻ്റെ ഭാഗമാണോ നമുക്കറിയില്ല. പക്ഷേ ഇതിവിടെ വെച്ചല്ല, കരിയാട് വെച്ചാണ് എന്ന് പഴങ്കഥ കേട്ടിട്ടുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഈ അമ്പലപ്പറമ്പിൽ മാത്രമായിരുന്നില്ല. 14 ദിവസത്തെ ഉത്സവം ഗ്രാമക്ഷേത്രമായതുകൊണ്ട് ഒളവിലം കരിയാട് തുടങ്ങി ഇതിൻ്റെ തട്ടക പ്രദേശത്ത് മുഴുവൻ ഓരോ ദിവസത്തെ ഉത്സവമായിരുന്നു. ഗ്രാമക്ഷേത്രമാണ്. ഈ പ്രദേശത്തെ മുഴുവൻ മനുഷ്യരുടെയും സംരക്ഷകനാണ്. ഈ ക്ഷേത്രത്തിലെ ദേവന് പോരായ്മ വന്നാൽ സർവ്വ മനുഷ്യർക്കും ദോഷം സംഭവിക്കുമെന്നാണ് ശില്പശാസ്ത്രവും ക്ഷേത്രശാസ്ത്രവും നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ ദേവനെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഗ്രാമക്ഷേത്രമാണ്. ഇതിൻ്റെ നവീകരണത്തിന് 8 ഇഷ്ടികയെങ്കിലും കൊടുക്കണം എന്നാണ് പറയുന്നത്. ശില്പശാസ്ത്രം പറയാണ് 8 ഇഷ്ടികയെങ്കിലും ദാനം ചെയ്യുന്ന ഒരു മനുഷ്യനെ പൂർണ്ണതയിലെത്തുള്ളൂ. ദാനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്കിനി ഇതിനിപ്പം മേൽപ്പുരയൊക്കെ കേടുവന്നിട്ടുണ്ട്. മേൽപ്പുര നമ്മുടെ കാലിക്കറ്റിലെ NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ വിദഗ്ധന്മാർ വന്നിട്ട് അവിടുത്തെ ഈ ആർക്കിടെക്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദഗ്ധന്മാർ വന്നിട്ട് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. 6.5 കോടി രൂപ വേണം നവീകരിക്കാൻ. 2 വർഷം മുമ്പ് എസ്റ്റിമേറ്റ് എടുത്ത് ഇപ്പോഴത് 8 കോടി രൂപയായിട്ടുണ്ടാവും. കാസർഗോഡ് മധുർ വിനായക ക്ഷേത്രം നവീകരിക്കാൻ പോകുന്നു. 12 കോടിയാണ് അവരുടെ എസ്റ്റിമേറ്റ്. 6 കോടി രൂപ ചെയ്ത് 6.5 കോടി രൂപ ചെലവ് ചെയ്ത് ഇത് നവീകരിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ വാസ്തുശില്പ ആകാരങ്ങളിലൊന്ന് നമ്മുടെ ഏറ്റവും മനോഹരമായ ഒരു മുദ്രയായിരിക്കും നശിക്കുക. ചരിത്രത്തിൻ്റെ മുദ്രയും കൂടി. അതുപോലെ തന്നെ ഒരു മഹാപ്രയാണത്തിൻ്റെ, ഭക്തിയുടെ മഹാപ്രയാണത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ മഹാപ്രയാണത്തിൻ്റെ ഒരു വലിയ മുദ്രയാണിത്. ഇത് കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെയൊക്കെ കടമയാണ്. ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് സാംസ്കാരിക കേന്ദ്രമാണ്. ഒരുപടി ശില്പങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ചൈനയിലെ വിപ്ലവകാലത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടുത്തെ മൊണാസ്ട്രികൾ മുഴുവൻ തകർക്കുമ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു പുനർചിന്തനം ഉണ്ടായി. ഇത് മുഴുവൻ തകർത്താൽ ബുദ്ധമതക്കാർ ഫ്യൂഡലിസ്റ്റുകൾ ചെയ്തു വെച്ചതാണ്. ഇത് മുഴുവൻ തകർത്തിട്ട് എല്ലാം തീർന്നാൽ ചൈനയുടെ പൈതൃകം കാണിക്കാൻ എന്താ ബാക്കിയുണ്ടാവുക? ഉടനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ യോഗം വിളിച്ചു ചേർത്തു. എന്നിട്ട് ചൗവൻലായുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ഉണ്ടാക്കി. ഈ ബുദ്ധമത ക്ഷേത്രങ്ങളിലെ സർവ്വശില്പങ്ങളും ചിത്രങ്ങളും സംരക്ഷിക്കാനുള്ള ഒരു പ്രത്യേക വിങ്, ഒരു സൈനിക ഘടകം അവർ യുവ വിപ്ലവകാരികളെ തിരിച്ചയച്ചുകൊണ്ടാണ് ഇന്ന് ചൈനയെ അഭിമാനിക്കുന്ന അവിടുത്തെ ബുദ്ധമത പൈതൃക മുദ്രകൾ മുഴുവൻ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ സാംസ്കാരിക മുദ്രയാണ്. അതിനെ കാത്തു സൂക്ഷിക്കണം. അതുപോലെ ഭക്തിയുടെ മുദ്രയാണ്. അതിനെ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ക്ഷേത്രം മഹത്തായ പാരമ്പര്യമുള്ള മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ്, സംശയമില്ല. ഇതിന് ഇനിയും തെളിവുകൾ വെക്കാൻ ഒരു പക്ഷേ എൻ്റെ കയ്യിൽ ഇനിയും ധാരാളം തെളിവുകളുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നെനിക്കറിയാം. തുടങ്ങാൻ അല്പം വൈകി, 8:30 മണിയായി. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ, നമ്മുടെ ഈ മഹാക്ഷേത്രത്തിൻ്റെ ഈ വരാൻ പോകുന്ന നവീകരണത്തിനും ഇവിടെ നടക്കാൻ പോകുന്ന എല്ലാതരം നവീകരണ പ്രവർത്തനങ്ങൾക്കും സർവ്വജനങ്ങളുടെയും സഹായമുണ്ടാകണം എന്ന് ഇവിടെ ജനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള തരത്തിൽ എൻ്റെ ഒരു അപേക്ഷ ഇവിടെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഈ സന്ദർഭം നൽകിയ ശ്രീരാമസേവാ സമിതിക്കും ഇത്ര നേരം ഇത് കേട്ടിരുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരും, കാരണം എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരെ ഇവിടെ ഇരിക്കുന്നവരും ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ് മിക്കവാറും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ജനിച്ച് കളിച്ചു വളർന്ന് എൻ്റെ പരീക്ഷകൾക്ക് മുഴുവൻ ഞാൻ ഈ അമ്പലപ്പറമ്പിൽ വന്നിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെയൊക്കെ വഴി കാണിച്ചു തന്ന എൻ്റെ ഗുരുനാഥന്മാർക്കും, ശരിക്കും നമുക്ക് അജ്ഞാതരായ എത്രയോ ഗുരുനാഥന്മാരുടെ കരുണയുണ്ട് നമുക്ക്. ആ സർവ്വകാരുണ്യത്തിനും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഇന്ന് നമ്മുടെ ഈ മഹാക്ഷേത്രത്തിൻ്റെ സംക്ഷിപ്ത രൂപം, ഒരു ചരിത്രം, അതിൽ വളരെയധികം ബാക്കിയുണ്ട് എങ്കിലും നമുക്കറിയാം ഇവിടെ ഒന്ന്